ആദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കെ ജോർജ്, വേദിയിലുള്ള റവറന്റ് ഫാദർ TJ ജോഷുവ, അസിസ്റ്റന്റ് കളക്ടർ ദിവ്യ എസ് നായർ, ഡോക്ടർ KC മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദ്യരെ, മറ്റ് സ്നേഹിതരെ, നിങ്ങൾ ഏവർക്കും എൻ്റെ നമസ്കാരം. വാഗ്ദാനത്തെക്കുറിച്ചുള്ള ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ പ്രിയാനോസ് സാറിൻ്റെ വാഗ്ദാനം ചരിത്രം എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്യാനാണ് എന്നോട് കൂടിയിരിക്കുന്നത്. സ്വാഗതം അർപ്പിക്കുന്ന നമ്മുടെ കർത്തവ്യമാണ്. എങ്കിലും നിക്ഷിപ്തമായിട്ട് ആയിരിക്കെ ഞാൻ കടക്കട്ടെ. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന റവറന്റ് ഫാദർ ഡോക്ടർ കെ ജോർജ് അന്തർദേശീയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനും ഗ്രന്ഥകാരനുമാണ്. ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പലാണ്. ഇപ്പോൾ സോപാനം എന്ന ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് പഠന കേന്ദ്രത്തിൻ്റെയും ഡയറക്ടറാണ്. അദ്ദേഹത്തെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏത് നിമിഷവും എത്തിച്ചേരും. അദ്ദേഹത്തെ കൂടുതൽ വർണ്ണിക്കാതെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തു. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛൻ ഏവർക്കും സുപരിചിതനാണ്. പ്രശസ്ത പ്രഭാഷകനായ അച്ഛൻ്റെ സ്വരം അന്തരീക്ഷത്തിൽ മാറ്റിക്കൊള്ളുന്നു. അദ്ദേഹം പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനും അനേക വൈദികരുടെയും ബിഷപ്പുമാരുടെയും ഗുരുബോധനും 50 ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ്. മനോരമയുടെ ചിന്താവിഷയം എന്ന പദ്ധതി അദ്ദേഹമാണ് കേരളം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. കോട്ടയത്തിന്റെ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് നായർ ഏത് നിമിഷവും എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം. മെഡിക്കൽ രംഗത്ത് നിന്ന് IAS കേഡറിലേക്ക് വന്ന ഒരു ജീനിയസ് ആണ് ഡോക്ടർ ദിവ്യ. വേദികളിൽ നിൽക്കുന്ന ഒരു താരമാണ് ഡോക്ടർ ദിവ്യ. അതിനെ കേൾക്കുവാൻ എല്ലാവരും കാത്തിരിക്കുന്നു. മാഡത്തിന്റെ സദസ്സിലേക്ക് സ്വാഗതം. പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിക്കുന്ന ഡോക്ടർ KC മുഹമ്മദ് പ്രശസ്ത ശിശുരോഗ വിദഗ്ധനാണ്. ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷന്റെ ആദ്യത്തെ ഡയറക്ടർ എന്ന നിലയിലും വ്യക്തിമുദ്ര വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്ന പ്രൊഫസർ PK കുര്യൻ പത്തനംതിട്ട കാത്തലിക് കോളേജിന്റെ ചരിത്ര വിഭാഗം പ്രൊഫസറായിരുന്നു. ബസേലിയസ് കോളേജിന്റെ ചരിത്ര വിഭാഗത്തിന്റെ അധ്യക്ഷനായിരുന്നു. MGM സ്കൂൾ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലായും അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിരുന്നു. ഗ്രന്ഥാസ്വാദനം നടത്തുന്ന ശ്രീ കെ മാത്യു തിരുവല്ല, കുണ്ടറ MGD, കോട്ടയം MD, തിരുവല്ല MGM എന്നീ ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്ററായിരുന്നു. മാതൃകാ അധ്യാപകൻ സർക്കാർ നൽകുന്ന സംസ്ഥാനതല അവാർഡും കേന്ദ്രതല അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗ്രന്ഥകാരൻ കൂടിയായ MLA സാറിനെ സ്വാഗതം ചെയ്തു. ആസ്വാദനം നടത്തുന്ന മറ്റൊരു ആളായ ഡോക്ടർ വർഗീസ് മേലി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറാണ്. അടൂർ സെന്റ് സെബസ്റ്റ്യൻസ് കോളേജിന്റെ പ്രിൻസിപ്പലും ചരിത്ര വിഭാഗ അധ്യക്ഷനും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനമായ അദ്ദേഹത്തെ
രാജീവ് നാട്ടുകൂട്ടം എന്ന ഭരണസമിതിയുടെ സെക്രട്ടറിയും ക്ഷേത്രകുട്ടിയും ബാലരമയിൽ ഉദ്യോഗസ്ഥരുമാണ്. അദ്ദേഹം സംഗീതത്തിൽ പ്രാദേശിക ചിത്രകാരൻ, പരിസ്ഥിതി പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ കർമ്മനിരതനാണ്. കോട്ടയത്തിന്റെ പ്രാദേശിക ചിത്രപഠനത്തിന് വൈദിക സംഘടനകളിലും പ്രവർത്തിക്കുന്ന കോട്ടയം നാട്ടുകൂട്ടം എന്ന സംഘടനയുടെ മുഖ്യ സംഘാടകനും സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ത്രിതല പഞ്ചായത്തുകളുടെ കടൽസാഹിത്യം വഹിക്കുന്ന ഗ്രന്ഥകർത്താവിനെ അനുഭവിച്ച് 3 മിനിറ്റ് റീസെന്റായിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ആയിട്ട് നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ താൽക്കാലികമായിട്ട് നിർദ്ദേശിക്കുക, നിങ്ങളെ കൈവച്ച് ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബിമോൾ കെ വർക്കി, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ സജി കെ ജോർജ്, ശ്രീമതി റോസമ്മ മത്തായി എന്നിവർ ആണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം ഏത് ദിവസവും ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായി ക്വയറിന് നേതൃത്വം നൽകുന്ന കുമാരിമാരായ നസി, എൽസ എന്നിവർ ചെറുപ്പുറത്ത് ശ്രീ സവിയ പ്രധാനന്റെയും ശ്രീമതി ജോളിയുടെയും പുത്രിമാരാണ്. ബ്ലസി യൂണിയൻ ബാങ്ക് മാനേജറാണ്. വിദ്യാർത്ഥിയായ ബ്ലസി ചാനൽ TV ചാനലിൽ പാടാറുണ്ട്. പ്രതിഭാശാലികളായ 2 വിദ്യാർത്ഥികളാണ് കോമ്പയറിംഗ് നടത്തുന്നത്. അവരിൽ കുമാരി ഫെമി രാജകുമാർ, കൊച്ചുകാലം ശ്രീ രാജകുമാരിയും ബെസിലിയസ് കോളേജ് വിദ്യാർത്ഥിയും MGO സിസ്റ്റത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ്. പ്ലീസ് ഗെറ്റ് അപ്പ്. ഓക്കെ. കുമാരി അമൃത മറിയം ജേക്കബ് എറണാകുളം ലോ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ്. വിക്രം സാരാഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ഡോക്ടർ ബിജു ജേക്കബിന്റെയും ഡോക്ടർ രഞ്ജു കുര്യാക്കോസിന്റെയും പുത്രിയാണ്. ഗ്രന്ഥകർത്താവിന്റെ പൗത്രിയാണ് ഈ വിളിക്ക്. ഇവരെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തു. ഓക്കെ, ഗ്രന്ഥകർത്താവ് പ്രൊഫസർ കെ കുര്യാക്കോസ് ആരാണെന്ന് ഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. എങ്കിൽ പോലും അദ്ദേഹം ഈ നാട്ടിൽ ചെയ്ത ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന MGM ചാപ്പൽ ഇടവകയാക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന പഴയ പള്ളിക്കെട്ടുകൾ പൊളിച്ച് ഇപ്പോഴത്തെ പള്ളി പണിയുന്നതിന് പള്ളി ഉദ്യോഗത്തെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച് കുര്യാക്കോസാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം ക്ലാസ് വരെ ആയപ്പോൾ സർക്കാർ അനുമതിക്ക് ആവശ്യമായ സ്ഥലം ഇല്ലാതിരുന്നതിനാൽ പിരിച്ചുവിടാൻ 3 പള്ളിക്കെട്ട് യോഗങ്ങൾ തീരുമാനിച്ചു. എന്നാൽ 3ാമത്തെ കമ്മിറ്റിയുടെ അവസാന ദിവസം അർദ്ധരാത്രിയിൽ ചെന്ന് ഈ ഏരിയയിലെ ഉടമസ്ഥരായിരുന്ന തുഞ്ചത്ത് സഹോദരന്മാരെ വിളിച്ചുണർത്തി സാഹസികമായി മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലം കച്ചവടം ചെയ്തതിന് നേതൃത്വം നൽകിയ കുര്യാക്കോസാണ്. അദ്ദേഹം നേതൃത്വം നൽകി പണപ്പിരിവ് നടത്തി സ്ഥലം എഴുതിച്ചു, അംഗീകാരവും നേടിക്കൊണ്ടു. നാം കൂടിയിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ സൂത്രധാരനും കുര്യാക്കോസാണ്. മേൽക്കൂര
സ്വാഗതം ചെയ്തു. ഇവിടെ വിശിഷ്ട വ്യക്തികളായി അനേകം എത്തിയിട്ടുണ്ട്. സാർ പ്രവർത്തിച്ചിരുന്ന വീടായിൽ നിന്നും പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള സാറിന്റെ പല സുഹൃത്തുക്കളും ബഹുമാനപ്പെട്ട വൈദികരും ഈ സംഘത്തിൽപ്പെടുന്നു. പഞ്ചായത്ത് മെമ്പർമാര് പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുകാരായ സ്നേഹിതർ, വാഗ്ദാനത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള മറ്റനേകം ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഏവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കണം. അവരെയെല്ലാം ഒരിക്കൽ കൂടെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഏതൊരു വാക്കുകൾ നിർത്തുന്നു. പ്രസ് റിപ്പോർട്ടേഴ്സ്, മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ള സുഹൃത്തുക്കളെ പെരുമാറി ഇതൊരു ക്രിസ്മസ് ഈവാണ്. ഒരു കുട്ടിയുടെ പിറവി ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് കൂടുതൽ ആഘോഷിക്കുന്ന സമയം. കുറേ ദിവസം ഒരമ്മയ്ക്ക് ഉണ്ണിയുടെ പിറവിലുണ്ടായ തികവ് വിശുദ്ധ മറിയത്തിന് ഉണ്ണിയെ ആദ്യം കണ്ടപ്പോഴുണ്ടായ ആനന്ദം അദ്ദേഹം ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരമ്മയ്ക്ക് ഒരു ഉണ്ണി കിടന്നതുപോലെ സന്തുഷ്ടമായ നിമിഷങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ റിലീസ് നിർവഹിക്കുന്ന സൂചനകൾ. ഇദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ്, ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർപീസാണെന്ന് സ്വയം അദ്ദേഹം അഭിമാനിക്കുന്നു. വാഗ്ദാനത്തിൻ്റെ സമഗ്രമായ ഒരു ചരിത്രം, ഒരു പ്രാദേശിക ചരിത്രഗ്രന്ഥം. 2006 ഗ്രന്ഥകാരൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിന്നോട്ടുള്ളത് മാറുന്നത്. അതിനിടയിലുള്ള 10 വർഷം 9 വർഷം ഈ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഒരു തപസ്സായിരുന്നില്ല. വാഗ്ദാനത്തിൻ്റെ ചരിത്രത്തിലെ ഇരുണ്ട ഉള്ളറകളിലൊക്കെ വെളിച്ചം വീശുന്ന അന്വേഷണവും അതിൻ്റെ ചരിത്ര കണക്കുകളും. ഇതെല്ലാം അദ്ദേഹത്തെ ഈ ഗ്രന്ഥരചനയിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് ആദ്യം നോക്കാറുണ്ട്. 3 കാര്യങ്ങളാണ് ഗ്രന്ഥപരിചയത്തിൽ നമുക്ക് നോക്കാറുള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ കെട്ടുമുട്ടും ഒന്നാണ്. രണ്ടാമത്, what makes it distinct and different. ഡോക്ടർ രാഘവ വാര്യർ അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാദേശിക ചരിത്ര ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ തനതായ ഒരു സംഭാവന, ഒരു വ്യത്യസ്തത, ഒരു വ്യത്യാസം രേഖപ്പെടുത്തിക്കപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥമാണ്. അതറിയാവുന്ന നമുക്ക് എന്താണ് ഈ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത മറ്റൊരു ഗ്രന്ഥത്തിൽ എടുക്കുന്നത്. മൂന്നാമത്, ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നത്. എനിക്കിതൊരു സാഹചര്യത്തിൻ്റെ നിമിഷമാണ്. 1957 ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ഹിന്ദി വിദ്വാൻ പരീക്ഷ പാസ്സായതിനു ശേഷം ഒരു അധ്യാപകനായി ഇടയ്ക്ക് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ ക്ലാസ്സുകാരനാണ് എത്തിച്ചേരുന്നത്. ഇത് ബിസിനസ്സോടാണ് ആ സ്ഥലത്ത്. ആ മലയിന്ത്യയുടെ ടണലിൽ ഒരു ക്ലാസ് റൂമിൽ എൻ്റെ ഓർമ്മകളിൽ 6 കുട്ടികൾ ക്ലാസ്സിലെ പഠിക്കുന്നതും ആദ്യം അദ്ദേഹം പറഞ്ഞ വചനം ബാക്കിയാണ് വാഗ്ദാനം പാലാകും. മിക്കവാറും ക്ലാസ്സുകളിൽ
ഇത് പറയാനായിരുന്നു അദ്ദേഹം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ മകക്കാരമല്ല എന്ന് സാറിനെ വിളിച്ചിരുന്നു. ഇന്നാണ് നമ്മൾ അറിയുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ ഇഷ്ടപുത്രനാവാനുള്ള അദ്ദേഹത്തിൻ്റെ നിയോഗം, അതിൻ്റെ പൂർത്തീകരണം, അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ അന്തർമ്യമായ സ്നേഹം, ഇതാണ് മുഖ്യമായിട്ട് ഈ ഗ്രന്ഥരചനയിൽ അദ്ദേഹത്തെ പാടി വിളിച്ചത് എന്ന് നമുക്ക് വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കാൻ സാധിക്കും. അന്ന് അദ്ദേഹം ഒരു മിഡിൽ സ്കൂൾ ടീച്ചറായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങോട്ടുള്ള കാലനൂറ്റാണ്ടുകാലം കുലകസ ജീവിതത്തിൻ്റെ പഴവുകൾ ഓരോന്നും ചവിട്ടി കയറി ഉത്തമമായ രംഗങ്ങളൊക്കെ അലങ്കരിക്കുന്ന വേദികൾ, രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. 5 ഭാഷകൾ അറിയാവുന്ന ഒരു ഭാഷാ പണ്ഡിതൻ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, സിറിയക് 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾ അദ്ദേഹം ഒന്നിനൊക്കെ ഒന്നായി. എത്ര പഠനങ്ങളായിരുന്നു, എത്ര അവാർഡുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ 7 നാഷണൽ അവാർഡ്സ് അദ്ദേഹത്തെ തേടിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയും. നാഷണൽ അവാർഡ് ഏറ്റവും നല്ല പ്രസിദ്ധത്തിലുള്ളത് വൈവിധ്യമുള്ള രാജ്യസ്നേഹത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു വൈവിധ്യമുള്ള പ്രോഗ്രാംസ് നടപ്പാക്കുന്ന ഒരു കോളേജിൻ്റെ തലവൻ എന്നിങ്ങനെയുള്ള എത്ര അവാർഡുകൾ അദ്ദേഹം വാങ്ങിക്കൂട്ടി. എത്ര പ്രധാനമായ രംഗങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. വലിയ സന്തോഷത്തോടെ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. ആൻറ്റി നാർക്കോട്ടിക്സ് അതിൻ്റെ സ്ഥാപനം എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോളേജ് ലെവലിൽ ആരംഭിച്ചത് ഈ ഗ്രന്ഥകർത്താവാണ്. 3 ലക്ഷം പേരെയാണ് മദ്യ വിരോധം പ്രഖ്യാപിച്ച് ലഹരി ഉപയോഗിക്കുന്നത് പ്രതിജ്ഞയെടുത്ത് അക്കാലത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലി പൂർത്തിയാക്കിയത്. വിശിഷ്ട സേവാ പുരസ്കാരം, എത്ര അവാർഡുകളൊക്കെ നേടിയെടുത്തു. പുസ്തകത്തിൻ്റെ കെട്ടുകൊട്ടും ഞങ്ങളുടെ കൈകളിൽ എത്തപ്പെടുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത് സസ്യശ്യാമ കോമളമായ വാഗത്താന ഗ്രാമത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇതിൻ്റെ തുറച്ചട്ട ഹരിതാപമായ ഒരു തുറച്ചട്ടയാണ്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് ഈ കർഷക ഗ്രാമത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു തുറച്ചട്ട. സമൃദ്ധിയുടെ ചിഹ്നമായ കാർഷിക വിളകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മുടെ ദൃഷ്ടി വന്ന് പതിക്കുന്നത് വരിക്കച്ചക്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മച്ചിപ്പെടാണ്. വാഗ്ദാന കപ്പ നിറഞ്ഞു നിൽക്കുന്ന പുഴച്ചട്ട. ആദ്യകാലത്ത് കരിമ്പിത്തോട്ടങ്ങളും കരിമ്പാട്ടുന്ന മില്ലുകളുമൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. അത് വിളിച്ച് നീക്കുന്ന കരിമ്പിത്തോട്ടങ്ങൾ ഇങ്ങനെ മനോഹരമായ ഒരു പുഴച്ചട്ട. ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ് ഇവിടെ അദ്ദേഹം വരച്ച് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ രചനയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വമ്പൻ നേട്ടം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സ്കേഴ്സിറ്റി ഓഫ് സോഴ്സസ്, തെളിവുകൾ, ചരിത്ര തെളിവുകൾ നിശേഷം ലഭിക്കാത്ത മേഖലയിലെ ഒരു പ്രാദേശിക മേഖലയിലെ ഗവേഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ചരിത്രാതീത കാലത്ത് നിന്ന് അന്വേഷണം ആരംഭിക്കുകയാണ്. ആദ്യത്തെ 10 പർവ്വങ്ങളാണ്. ഇതിൻ്റെ ചില സവിശേഷതകളിൽ ഒന്നല്ല, അദ്ദേഹം ചില പദങ്ങൾക്കൊക്കെ കൊടുക്കുന്ന നിശ്ചലമായ അർത്ഥം. ആദ്യമായിട്ട് ചില പദങ്ങൾ കോപി ചെയ്യുന്നത്
ചില സുന്ദരമായ വ്യാഖ്യാനങ്ങൾ നൊസ്റ്റാൾജിയയിലേക്ക് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഇങ്ങനെ മനോഹരമായി ആ വാഗതാനം ആരും തിരിഞ്ഞുകൊടുക്കുന്ന ഒരു കരാൻ പോലെ വിദ്യയിലും സമൃദ്ധിയിലും ഒരുപോലെ മുന്നിലെത്തുന്നു എന്നദ്ദേഹം ചരിത്ര തെളിവുകൾ കണ്ടെത്തി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലാണ്. ഗ്രന്ഥത്തിന്റെ തുടക്കം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കണം. ഒരു നാത്തൂരിന്റെ കഥ പറഞ്ഞാണ് തന്നെ തുടങ്ങുന്നത്. സരസ്വതി വിദ്യാദേവി കടാക്ഷിച്ച് അനുഗ്രഹിക്കുന്ന പ്രദേശങ്ങളിൽ വിദ്യ കൂടുതലുള്ളവരുടെ കുടുംബങ്ങളിൽ ധനം കുറവായിരിക്കും പോലും ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവില്ല. ധനം കൂടുതലുള്ളിടത്ത് വിദ്യ ഉണ്ടാവില്ല. വാഗതാനത്തെ സംബന്ധിച്ച് അദ്ദേഹം സ്ഥാപിക്കുന്നത് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും സമൃദ്ധിയും ഒരുപോലെ നിലനിന്ന ഒരു വിശുദ്ധമായ ഗ്രാമം. ഇങ്ങനെ സാഹസപരമായ ഒരു ഗ്രാമം ഉയർന്നു വരാനുള്ള ചരിത്ര പശ്ചാത്തലമാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. മതമൈത്രിക്ക് പുകഴ്പറ്റിയ ഒരു പ്രദേശമാണ് വാഗതാനം എന്നതാണ് ചരിത്രത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇവിടുത്തെ കൃഷിവരായ ഗ്രാമീണര് സഹോദരി മതങ്ങളുമായിട്ട് പങ്കുവച്ച സ്നേഹത്തിന്റെ ഒരുപാട് വിധാനങ്ങൾ മനോഹരമായ തെളിവുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. തൊട്ടിക്കാട് ക്ഷേത്രം പള്ളിക്ക് ഇന്നും അവരുടെ കൈനീട്ടം കൊടുക്കുന്ന പദ്ധതികൾ ഇവിടെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും തോന്നിയോ സമതലങ്ങളിൽ ക്ഷേത്രങ്ങളും കുന്നുകളിൽ ദേവാലയങ്ങളുമായി ഒത്തുരമിച്ച് മുന്നേ സത്യത്തിൽ ഈ ഗ്രഹത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് മതനീതിയുടെ ഈ ഗ്രാമത്തിലെ മുസ്ലിം ജനതയുടെ ഒരു കഥ, മുസ്ലിം സഹോദരന്മാരുടെ ഒരു കഥ കേൾക്കുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ചെത്തിയപ്പോഴും അദ്ദേഹം എത്ര ആഴത്തിൽ അന്വേഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടേ മുസ്ലിം ഭവനങ്ങളെ വാഗതാനത്തുള്ളൂ. അത് ചില പ്രത്യേക സാഹചര്യത്തിൽ മികച്ച രീതിയിലോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാനത്തെ രംഗത്തുള്ളത് ഇല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ ദേശസ്നേഹത്തിൻ്റെ കഥകൾ നമുക്ക് കേൾക്കാമായിരുന്നു. ഇങ്ങനെ മതമൈത്രിക്ക് പുകഴ്പെറ്റ ഒരു ഗ്രാമം വാഗതാനത്തിൻ്റെ ആധ്യാത്മികതയാണ് ഇവിടെ ഒരു സമാധാനപൂർണമായ പ്രദേശമായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ സമൃദ്ധി ഇവിടുത്തെ ക്രൈസ്തവ കുടിയേറ്റക്കാരൻ കാലം മുതൽ പഞ്ഞമില്ലാത്ത ഒരു നാട്, ആഹാരത്തിന് പഞ്ഞമില്ലാത്ത ഒരു നാട്, അതുകൊണ്ട് വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ അയൽ പ്രദേശങ്ങളെ അലട്ടുന്ന സമയത്തും ഇവിടുത്തെ അടിസ്ഥാന വർഗം കുടിയേറിയത് വാഗതാനത്തിലായിരുന്നു. ഇനി കുടിയേറ്റത്തിന്റെ കഥ നോക്കിയാലോ? സമീപകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ അടിസ്ഥാന വർഗം ദ്രാവിഡരാണ് ആദ്യം വാഗതാനത്ത് വന്നെത്തുന്ന ആദിവാസികൾ. പുതിയ അടിസ്ഥാന വർഗം പറയാൻ എന്നതിൻ്റെ എറ്റിക്കോളജിയൊക്കെ ആ വാക്കിനോട് ചേർന്നുണ്ട്. പറ കൊട്ടുന്നവരായിരുന്നതുകൊണ്ട് അവർ പറയാൻ പുലർ നീളം കൃഷി ചെയ്യുന്നവരായിരുന്നതുകൊണ്ട് പുലയർ ഇങ്ങനെ അടിസ്ഥാന വർഗം വന്നിട്ടുള്ളത്. അതിനുശേഷം ബ്രാഹ്മണൈസേഷൻ, ബ്രാഹ്മൺ കോളനൈസേഷൻ. നമുക്ക് കേരളത്തിലെ ബ്രാഹ്മണരെ വിളിക്കുന്ന ബുദ്ധിമാനാണല്ലോ. അവരുടെ വാഗതാനത്തേക്കുള്ള കുടിയേറ്റം എത്ര സമഗ്രമാണ് അന്വേഷണം എന്ന് ഓർമ്മിക്കുക. അതിൻ്റെ ആദ്യകാല കഥകളും ചരിത്രത്തിൽ അന്വേഷിക്കുന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മണികണ്ഠപുരം ക്ഷേത്രത്തിൽ അന്നൊരിക്കൽ കൊല്ലത്തിൽ നിന്ന് നിഷ്കാസിതനായ ഒരു നമ്പൂതിരി വന്നു പാർത്തു. അദ്ദേഹം സരസ്വതി ഭക്തനായിരുന്നു. പ്രതിഷ്ഠ നടത്തി. ഈ
വാഗ്ദേവതയായ സരസ്വതി ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ പ്രമുഖമായി വാഗ്ദേവതയുടെ സ്ഥാനം എന്ന നിലയിൽ വാഗ്സ്ഥാനം പിന്നീട് വാഗസ്ഥാനമായി. മണികണ്ഠപുരത്തിന്റെ പ്രശസ്തി, നാമം, ക്ഷേത്രത്തിന്റെ വളർച്ച അസ്തമിക്കുന്ന കാലത്ത് വാഗസ്ഥാനം എന്നറിയപ്പെട്ടു. ഇങ്ങനെ ചരിത്രത്തിന്റെ അടിസ്ഥാനപരമായ അന്വേഷണങ്ങളൊക്കെ തനതായി കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഡോക്ടർ രാഘവവാര്യർ സൂചിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാന വസ്തുത, ഒരു സമൂഹത്തിന്റെ സജീവ സ്മൃതിയിൽ നിന്ന് മാറിപ്പോയ നിരവധി വസ്തുതകളെ ഗവേഷണത്തിന്റെ അന്വേഷണത്തിന്റെ അകപ്പടിയിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. നമുക്ക് പലപ്പോഴും ഓർമ്മയില്ലാത്ത വലിയ സത്യങ്ങൾ വാഗ്ദാനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കാര്യം, ഇവിടെ നരബലി ഉണ്ടായിരുന്നു. വാഗ്ദാനത്ത് പ്രാചീനകാലത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. മണിയപ്പടവം എന്ന സ്ഥലത്തായിരുന്നു ഈ ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തില് ഭദ്രകാളിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നരബലി നടത്തിയിരുന്നു. ഈ നരബലി നടത്തിയിരുന്ന ആരാധകന്മാര് കുളിക്കുന്ന ഒരു കൊല്ലക്കുളം, ഈ കൊല്ലക്കുളം മഹാരാജാവ് ആയുധപുര ഉണ്ടാക്കുന്നതിന് കൊണ്ടുവന്ന കൊല്ലന്മാർ കുളിക്കുന്ന കൊല്ലം ഒരു കുളമായതുകൊണ്ടാണ് കൊല്ലക്കുളമായത്. നമുക്ക് പിന്നെ അതിന്റെ വേറെ ഇങ്ങനെ കൊല്ലത്ത് വരുന്നവര് കുളിക്കുന്നതായിക്കൂടെ മറ്റൊരു വലിയ രസകരമായ കണ്ടെത്തലുകളുണ്ടാകും കണ്ടെത്തൽ. ഇതിനടുത്ത്, ഈ മണിമണ്ഡപത്തിനടുത്ത് ഒരിക്കൽ 3 കിണറുകൾ പുസ്തകം ഒന്ന് മേടിച്ച് വളരെ ഗൗരവതരമായ ഒരു വായനയിലൂടെ കടന്നുപോയാൽ എത്ര രസകരമാണെന്ന് പറഞ്ഞത്. 3 കിണറുകൾ അടുത്തടുത്ത് കാണുന്നു. ഒരു സായം സന്ധിയില് ഈ കിണറ്റിനകത്ത് നിന്ന് ഒരു വിരാപം കിടക്കാം, ഒരു കരച്ചിൽ കിടക്കുന്ന നാട്ടുകാരൊക്കെ ഓടിക്കൂട്ടി ഒരാട്ടുകുട്ടി അതിലെ ഒരു കിണറ്റിലുള്ളത്. ആട്ടുകുട്ടിയെ നോക്കി നിൽക്കുന്നവർ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ 1-ാം ഘട്ടത്തിൽ ആട്ടുകുട്ടിയെ കാണുന്നില്ല, 2-ാം ഘട്ടത്തിൽ നിൽക്കുന്നു. വീണ്ടും 2-ാം ഘട്ടത്തിൽ നോക്കി നിൽക്കുമ്പോൾ 3-ാം ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്താ സംഭവം അറിയാമോ? ഇരുപൈയില് തെക്കുപൂർ രാജവംശം അവരുടെ ആട്ടുകുലയിലേക്കുള്ള ഇരുമ്പ് ഘട്ടത്താൽ ഇരുപൈല് ഖനനം ചെയ്ത പ്രദേശമാണിത്. അതിന്റെ കീഴക്കല്ലുകൾ ആദായ സ്കൂളിന്റെ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയുമെന്നുള്ള ചരിത്ര തെളിവുകൾ നമുക്ക് അനുസരിച്ച് ചരിത്ര സ്മൃതിയിൽ നിന്ന് പലപ്പോഴും വിട്ടുപോകുന്ന ഈ കാലത്തിന്റെ നരബലിയും അടിമ വ്യവസായങ്ങളും ഒരു അടിമ ചന്ത വാഗ്ദാനത്തുണ്ടായിരുന്നു. അവിടെ ഇതിനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് വളരെ ക്രൂരമായിട്ട് അടിമകളോട് പ്രവർത്തിക്കുന്ന ഉടമകളുണ്ടായിരുന്നു. അനുസരണപ്പെട്ട അടിമകളെ ചതുപ്പ് സ്ഥലങ്ങളിൽ ചവിട്ടി താഴ്ത്തുന്ന ക്രൂരമായ കൃത്യങ്ങൾ അനുഷ്ഠിച്ചതിന്റെ ചരിത്രത്തിൽ ഇനി ഒരിക്കലും ഉയർന്നെടുക്കാൻ പാടില്ലാത്ത സാമൂഹ്യ വ്യവസ്ഥിതികളുടെ നൊമ്പരങ്ങളുടെ കഥകളൊക്കെ അദ്ദേഹം ഇവിടെ നൽകിയിട്ടുണ്ട് അന്വേഷണങ്ങളിലൂടെ. ഈ കൊല്ലക്കുളത്തിന്റെ പടവുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ആ പ്രദേശം നിങ്ങൾക്ക് പോയെങ്കിലും ചരിത്ര തെളിവുകൾ അവതരിപ്പിക്കുന്നത് രസകരമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ബ്രിട്ടീഷ് മിഷണറിമാരുടെ കാലത്താണ് പോലും ഈ അടിമകളുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായി. അടിമ കച്ചവടം ഇവിടെ നിർത്തലാകുന്ന പശ്ചാത്തലങ്ങളൊക്കെ അതിമനോഹരമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മുക്കാലി എന്ന പ്രദേശത്തിൽ ഈ അടിമകള് ഉടമകൾ പറയുന്ന ജോലികളൊക്കെ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ മുക്കാലി കെട്ടിയടിക്കാനുള്ള അടുത്ത കാലം നമ്മൾ വായിച്ച പാകിസ്ഥാനിൽ ഇപ്പോഴും വഴിയുപകരണങ്ങൾ കാണാം. മുക്കാലി, ആ മുക്കാലിയുള്ള സ്ഥലം ആയതുകൊണ്ടായിരുന്നു മുക്കാലി അടിമച്ചതിലുണ്ടായിരുന്ന സ്ഥലം. ഞാനിയെ കുറിച്ച് ഒരു ഭയങ്കര കണ്ടെത്തൽ എന്താണെന്നറിയോ? വ്യക്തി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഞാത്തുന്ന, തൂക്കിക്കൊല്ലുന്ന
ആയിരുന്നു ഒരു വലിയ കുഴി ചേർന്നുണ്ടായിരുന്നു. ആ ജ്ഞാനിയ കുഴി എന്ന പേര് തന്നെ അതിന് അങ്ങനെ ലഭിച്ചതാണ്. ഇങ്ങനെ ഈ പ്രദേശത്തിന്റെ ഓരോ മുക്കും മൂലയും കണ്ടെത്തി ആ കുടിയേറ്റത്തിന്റെ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആദ്യം ദ്രാവിഡർ, അത് കഴിഞ്ഞിവരുടെ ബ്രാഹ്മിൻസ് കുടിയേറുന്നു, ഗ്രാമങ്ങളൊക്കെ രൂപം കൊടുത്തവരാണ്. അവർ ഈ അടിസ്ഥാന വർഗത്തെ സ്വാധീനം ഉപയോഗിച്ച് അടിവുകളാക്കി മണ്ണിൽ കൃഷി ചെയ്യാനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടുപോകുന്നതും. എന്നാൽ 14-ാം നൂറ്റാണ്ടോടെ ഒരു ക്രൈസ്തവ കുടിയേറ്റം മുന്നേറ്റം ഉണ്ടായി. ക്രൈസ്തവര്, വാഗ്ദാനത്തെ ക്രൈസ്തവർ പ്രത്യേകിച്ച്, മണ്ണിനോട് വളരെ ബന്ധമുള്ളവർ കൃഷി നടത്തി ഇങ്ങനെ അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാക്കി ഇതിനെ മാറ്റി. അത് കഴിഞ്ഞ് നായർ കുടിയേറ്റം, ക്രൈസ്തവ കുടിയേറ്റത്തിന് ശേഷം ഈഴവ കുടിയേറ്റം, അങ്ങനെ ചരിത്രത്തിന്റെ ഓരോന്നും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഈ ഗ്രന്ഥം എങ്ങനെയാണ് നമുക്ക് സവിശേഷമാകുന്നത്? അധ്യാപകരും വിദ്യാർത്ഥികളും ചരിത്രപുതികളും ഒക്കെ നിശ്ചയമായും വാങ്ങേണ്ട ഒരു ഗ്രന്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. PRDS ചരിത്രവും ഇത്ര മനോഹരമായിട്ട് പൊയ്കയിൽ യോഗനാഥ ദേശിയുടെ ഭാരതയുടെ ചരിത്രം എത്ര നിഷ്പക്ഷമായിട്ട് മനോഹരമായിട്ട് ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരുടെ ചരിത്രം മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എംഫിലിന്റെ ഡിസർട്ടേഷനിൽ 2 തവണ PRDSന്റെ വലിയ 2 സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണ പ്രബന്ധം വന്നത് എംഫിലിനെ ഓർമ്മിക്കുന്നു. കുട്ടികൾക്ക് അവരുടെ പ്രോജക്റ്റിനുമൊക്കെ മനോഹരമായിട്ട് അധ്യാപകർക്ക് കൊടുക്കാൻ കഴിയുന്ന ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഗ്രന്ഥം നീളം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ സവിശേഷമായിട്ട് ഇങ്ങനെ ഊരി നിൽക്കുന്ന ഒരു അനുഭവം. ഒന്ന്, ഊടും ഭാവം പോലെ അദ്ദേഹത്തിന്റെ മാതൃരാജ്യ സ്നേഹഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ വന്ധ്യമാതരത്തിൽ. നാടിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം, മതസൗഹൃദത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, കർഷകരോടുള്ള സ്നേഹം, ദരിദ്രരോടുള്ള മനുഷ്യത്തേര്, ഭാരതത്തിന്റെ ഈ സമ്പൂർണ്ണ ചരിത്രം കാലഘട്ടത്തിന്റെ ഒരു സംഭാവനയാണ്. നമുക്ക് ഈ നീണ്ടു നിന്ന ഒരു സഭയുടെ ഫലമായി ഈ സംഭാവന ചെയ്ത എൻ്റെ ഗുരുശ്രേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ ആശംസകളും അർപ്പിക്കാൻ 4 തലമുറയാണ് ഇതിവിടെ നിൽക്കുന്നത്. കുര്യാക്കോസാറിന്റെ ഗുരുശിഷ്യ ബന്ധത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. എൻ്റെ ശിഷ്യനാണ് പേരിൽ വർഗീസിവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരി വേദിയിലുണ്ട്. 4 തലമുറ ഗുരുശിഷ്യ സംഗമത്തിന്റെ വേദിയായിരുന്ന ഈ ഗുരുശ്രേഷ്ഠന് എല്ലാ ആളുകളും ആശംസിക്കുന്നു. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വൈദികരെ, മറ്റ് വിശിഷ്ട അതിഥികൾ, കുര്യാക്കോസ് സാറ് എന്നോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ആദ്യ പതിപ്പ് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനെ സഹായിക്കാനായിട്ട് അദ്ദേഹം ഈ പതിപ്പിൻ്റെ ഒരു പുസ്തകം നേരത്തെ തന്നെ തന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് സ്വീകരിച്ചത് പറയാൻ ഇനി സ്വീകരിക്കാറുണ്ടെങ്കിൽ അത്
സ്വീകരിക്കേണ്ടതായിരുന്നു. പലതും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് മറന്നു പോകും. അത് ഇന്നുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് ഉപേക്ഷിക്കുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയത് എത്രയോ വ്യത്യസ്തമായ ഒരു രചനയാണ്. ഇപ്പോൾ ചരിത്രം എഴുതുമ്പോഴും ബയോഗ്രഫീസ് എഴുതുമ്പോഴും ലോകത്ത് പൊതുവെ പബ്ലിക്കായിട്ട് നടന്നിട്ടുള്ള ഒരു സംഗതികളെ കുറിച്ചാണ് സാധനങ്ങൾ. ഹിസ്റ്ററിയിൽ നോക്കിയാൽ എന്താണ് അവിടെ ഇവിടെയുള്ള യുദ്ധങ്ങളും കീഴടക്കലും തുടങ്ങിയ സംഭവങ്ങൾ. അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ആളുകൾ അമേരിക്കയിലെത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ കുറിച്ച് ചരിത്രത്തിൽ വരും. സാർ എഴുതിയ ഈ രീതിയിലുള്ള ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. വേറെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല. ഗവേഷണപരമായിട്ടുള്ളതായിരിക്കാം. പക്ഷെ എന്തിനായിട്ടുള്ള ഗവേഷണമാണ്? നമ്മൾ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതങ്ങൾ എന്തെല്ലാം നടക്കുന്നു അത് എഴുതി ഒരു പുസ്തകത്തിലാക്കേണ്ടതാണോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്ത വന്നുപോയി കാണാം. ഈ പുസ്തകത്തിൻ്റെ രചനയിൽ എടുത്ത് പ്രകാശിപ്പിച്ചിട്ടുള്ള ചിന്തകൾ നേടിയെടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് പ്രിയപ്രസാദിനെ പോലെ ആദ്യമായിരിക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ നമ്മൾ നിസ്സാരമെന്ന് കരുതി തെളിയുന്ന പല കാര്യങ്ങൾ അതെടുത്ത് വായനായോഗ്യമായ ഒരു പുസ്തകം ഉണ്ടാക്കി. വാഴക്കാലത്തെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ പൗരന്മാർ അവരുടെ ജീവിതം എന്നുള്ളത് നന്നായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. എടുത്ത് പറയേണ്ട സംഗതിയാണോ എന്ന് തന്നെ മുന്നിൽ പോകും. പക്ഷെങ്കിൽ അതിലൊക്കെ പറയേണ്ടതായിട്ട് പലതും ഉണ്ട് എന്ന് പ്രിയപ്രസാദ് ഒരാൾക്ക് മാത്രമേ തോന്നുകയുള്ളൂ. നിസ്സാരമായ സംഗതികളിൽ നീച്ചിലടക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ പ്രാധാന്യം അതിൻ്റെ വലുപ്പം കൊണ്ടോ അടച്ചെലവ് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഓരോ സാധാരണ വ്യക്തിയുടെയും മനസ്സിൽ കൊണ്ടുവരുന്ന ഈ ചിന്തകൾ എത്രമാത്രം വിലമതിക്കത്തക്കതാണ് എന്ന ഈ പുസ്തകത്തിൽ കൂടി നമ്മൾ
എനിക്ക് വേറൊന്നും പറയാനില്ല. യാക്കോബ് സാറിൻ്റെ ഈ പ്രൊഡക്ഷൻ വളരെ വിലപ്പെട്ടതാണ്. സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു. ഡോക്ടർ കെ ജി മാമൻ, അധ്യക്ഷവേദിയിലിരിക്കുന്ന പ്രശസ്തരായ വ്യക്തികളെ, വാഗ്ദാനത്തിൻ്റെ അഭിമാന പാചകങ്ങൾ, ഗ്രന്ഥാസ്വാദനം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് 8 മിനിറ്റ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ആ ടൈം ഞാൻ നഷ്ടപ്പെടുത്താതെ 8 മിനിറ്റ് കൊണ്ട് തീർക്കത്തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആസ്വാദനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ വാഗ്ദാനത്തിലുള്ള പൂർവികരായ സത്യസന്ധരായ കഠിനാധ്വാനികളായ ആളുകളെ പറ്റി വ്യക്തമായ ഒരു അവബോധം എനിക്കുണ്ടായി. അപ്പോൾ അടുത്തതായി തന്നെ ആലോചിച്ചത് നായകപർവം എന്നൊരു ചാപ്റ്ററാണ്. ലോകപ്രശസ്തരായ ആളുകളോട് ഇടപെടിക്കുന്ന 24 ആളുകളെ ഈ വാഗ്ദാനം സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രചോദനം എവിടെ നിന്ന് കിട്ടി എന്ന് നോക്കുമ്പോഴാണ് ഈ ഗ്രാമത്തിൻ്റെ മാഹാത്മ്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചത് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. പക്ഷേ കണ്ടെത്തിയത്, ലോകരക്ഷകനായ യേശുവിനെ കണ്ടെത്തിയത് ഒരു ചുരുക്കൂട്ടിലായിരുന്നു. ഇതേപറ്റി ലിറ്ററേച്ചറിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം, divinity is found where it is least expected. സാധാരണ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെയുള്ള കേന്ദ്രങ്ങളിലുമൊക്കെയുമാണ് നാം ഉന്നതരായ വ്യക്തികളെ കണ്ടെത്തുന്നത്. പക്ഷേ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് ഇത്രയും ആളുകളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ സംസ്കാരത്തിന്, ഈ പാരമ്പര്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ എൻ്റെ ആസ്വാദനം. അങ്ങനെയുള്ള ഒരു പുസ്തകം നമ്മുടെ എല്ലാ വീടുകളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന് കാരണം കൂടെയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഈ വീടുകളെയും പള്ളികളെയും അമ്പലങ്ങളെയും ഒക്കെ നാം വിലയിരുത്തുമ്പോൾ ഒരു വീട്ടിൽ ഈ പുസ്തകം ഇരുന്നാൽ ഒരു മാസം ഒരിക്കലെങ്കിലും ഈ പുസ്തകം നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അഭിമാനത്തെ തട്ടിമുണർത്തുന്ന ഓരോ സംഭവങ്ങളും ആ പുസ്തകത്തിനകത്തുണ്ട്. ഞാനത് നിർത്തുകയാണ്. വ്യക്തികളെ പരിചയപ്പെടുന്നതിന് ഏറ്റവും കൂടുതൽ ആലോചിച്ചത് പൊയ്കയിൽ യോഹന്നാൻ എന്നയാള്, കുമാരഗുരു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആ ചരിത്രമാണ്. വളരെയധികം കാണുന്ന സാഹചര്യങ്ങളിൽ തൻ്റെ സ്നേഹിതരോടുള്ള ബന്ധം വളരെ ദൃഢതരമായിരുന്നതുകൊണ്ട് അവരെ ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തുവാനുള്ള അഭിനിവേശം അദ്ദേഹത്തിനുണ്ടായി. അതിനെന്തെല്ലാം സാഹസികമായ അനുഭവങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വ്യക്തികളെ പറ്റി ഞാൻ പറഞ്ഞാലും പക്ഷേ വീണ്ടും പലരെ പറ്റി പറയാൻ എനിക്ക് പ്രചോദനമാകുന്നു. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുകയാണ്. വ്യക്തികളെ പറ്റിയുള്ള പഠനമാണ് നമ്മുടെ വരും തലമുറയ്ക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന്
ഇന്നതൊക്കെ ഉയർന്ന തലങ്ങളിലേക്ക് വന്നത് ഇന്ന സാഹചര്യങ്ങളിലൂടെയാണ് എന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കുമ്പോൾ അത് തങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മക്കളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ മക്കൾക്ക് ഉയർന്ന തലങ്ങളിലേക്ക് വരുന്നതിനുള്ള ഒരു പരിശ്രമശീലം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രൊഫസർ പി കെ പിള്ളി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞ വാക്കുകൾ തന്നെ വളരെയധികം ആദ്യകാലത്തിന് ആവശ്യപ്പെട്ടുള്ളതാണ്. കോളേജിൽ പോകാതെ 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുകയും കോളേജിന്റെ 20 വർഷക്കാലം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിന്റെ ഉൾപ്പെടെയുള്ള പ്രിൻസിപ്പലായി വിചാരിക്കുകയും അവാർഡുകൾ നേടുകയും ചെയ്ത കയറിയ കോഴ്സ് പിന്നീട് എന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് അമ്പലങ്ങളെയും പള്ളികളെയും പറ്റിയുള്ളത്. ആ ദർശനത്തിൽ ആസ്വാദനത്തിന്റെ അനുഭവം എനിക്കുണ്ടായത് ഇപ്പോൾ കൂടുതൽ മനുഷ്യർ എന്തോ ചില തെറ്റായ രീതികളിൽ കൂടി സമൂഹത്തെ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം അമ്പലങ്ങളെ പറ്റിയുള്ള രാമഭാവത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ, പള്ളികൾ ആരംഭിക്കുമ്പോൾ അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ. ഈ 2 ആമുഖങ്ങളും ഉടനീളം വ്യക്തികളുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷവും ഇവിടെ എങ്ങനെയാണ് നാം മതസൗഹാർദ്ദത്തോടുകൂടെ കടന്നുപോയി എന്നതിനുള്ള ഒരു നല്ല പാഠവും അതിനകത്തുണ്ട്. ബഹുമാനപ്പെട്ട കെ.എം. പ്രസംഗത്തിൽ റെഫർ ചെയ്യുന്നതാണ് ഞാൻ തോന്നുന്നത്, ഞാൻ കേട്ടത്. മൂന്നാമത്തെ എന്നെ ആകർഷിക്കുന്ന ഒരു കാര്യം വിദ്യാലയങ്ങളെ പറ്റിയുള്ളത്. ഇത്രയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ആളുകൾ എത്രമാത്രം പരിശ്രമം ചെയ്യുന്നു എന്നുള്ള വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാവും. ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കാൻ 2 മിനിറ്റ് കൂടുതൽ ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും 1200 മീറ്റർ തുടിയും കുറഞ്ഞ പക്ഷം ചെലവാക്കിക്കൊണ്ട് ലോകത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അടുത്തു നിൽക്കുന്നത് എങ്ങനെ 75 രൂപയുടെ വളം കൊടുക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഒന്നും സാധിക്കുന്നില്ല, ഇവിടെ നിന്ന് അവസാനിക്കുന്നത്. പക്ഷേ അതല്ല ജീവിതമൊന്നും, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെന്നും ഈ നാട്ടിലെ സ്നേഹിക്കുന്നതിന്റെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടാണ് ഈ പുസ്തകം സമാപിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന് നാം ഈ കേൾക്കുന്ന ആളുകൾ എന്താണ് പ്രതികരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ആരും എന്നോടൊന്നും പറയുന്നൊന്നുമില്ല, പക്ഷേ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. 9 വർഷക്കാലങ്ങളിൽ 3 മണിക്ക് എഴുന്നേറ്റ് ചില ദിവസങ്ങൾ വൈകിട്ട് 2 മണിക്ക് കിടക്കുകയും ചെയ്തുകൊണ്ട് ഈ നാട് മുഴുവൻ സഞ്ചരിച്ച് യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എഴുതി പിടിപ്പിച്ച ഈ ഒരു ലേഖനത്തിന്, ഈ പുസ്തകത്തിന് പാഠങ്ങൾ എല്ലാ വീട്ടിലും എത്തിക്കുവാനുള്ള ഒരു ചുമതല നമുക്കെല്ലാം ഉണ്ട്. 300 രൂപ കൊടുത്താൽ 1/2 കിലോ നെമ്മീൻ കിട്ടുന്ന ഈ കാലത്ത് അത്രയും രൂപയെങ്കിലും ഒന്ന് മുടക്കി ഇത്രയും വലിയൊരു പരിശ്രമം എന്ന നാടിനെ പറ്റി ആദ്യമായിട്ടുണ്ടായ ഒരു വലിയ സമാഹാരം, അതിന്റെ ഒരു കോപ്പി എന്റെ വീട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് ഓരോരുത്തരും വിചാരിക്കും. ഞാനിവിടെ നോക്കുമ്പോൾ ജനപ്രതിനിധികളായിട്ട് ധാരാളം ആളുകൾ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. വേർഡ്സ് വിത്തൗട്ട് ഡീഡ്, പ്രവൃത്തിയില്ലാത്ത വാക്കുകൾ അർത്ഥമില്ല. നാം ഇവിടെ അനുമോദനങ്ങൾ അർപ്പിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു പ്രധാന കർത്തവ്യവും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ജനനേതാക്കന്മാർ തീർച്ചയായിട്ടും ഈ പുസ്തകം താങ്കൾ ഉൾപ്പെടെ നിൽക്കുന്ന നിയോജക മണ്ഡലങ്ങളിലോ വാർഡുകളിലോ ഓരോ വീട്ടിലും എത്തിക്കുവാനുള്ള ഒരു പ്രധാന കർമ്മം അവർക്കുണ്ട് എന്നുള്ളതും ജനങ്ങളുടെ അഭിവൃദ്ധിയെ നോക്കുന്ന ആളുകൾ അത് തീർച്ചയായും ചെയ്തിരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഒരു കാര്യം കൂടെ തീർച്ചയായും പറഞ്ഞു. കാളിദാസന്റെ ഒരു കവിതയിൽ ഒരു 4 വരികളുള്ള ഒരു കവിതയാണ്. അതിന്റെ ലാസ്റ്റ് വരിയോട് സാധാരണപ്പെടുന്ന ഒരു ചിന്ത എന്ന ഇത് വായിച്ചപ്പോഴുണ്ടായിരുന്നു. ആ കവിതയൊന്നും ഞാൻ ചോദിച്ചില്ല, പക്ഷേ എനിക്ക്
വാകത്താന നിവാസികൾ ഇതെത്ര മധുരം നൽകിയിടും സുന്ദരം. അതുകൊണ്ട് ഈ ആദ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ നാം പങ്കുചേരുന്നത് ഇത്ര ഒരു വലിയ ആളാണ് നമ്മുടെ അടുത്തത്തിൽ ജീവിച്ചിരുന്നതെന്ന് എന്നും ലോകം മനസ്സിലാക്കാത്തത്തോളം ഈ ഗ്രന്ഥം അദ്ദേഹം വാകത്താനത്തിന് ലോകത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ആസ്വാദനത്തോടുകൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ സ്നേഹിതനായ സാറ് ഇനിയും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എഴുതാൻ ഇടവരട്ടെ. അദ്ദേഹത്തിൻ്റെ അഭിമാനം ഈ നാടിന് എന്നും കൂടുതൽ മാതൃകാപരമായിരിക്കും, പ്രചോദനാത്മകമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാ ഭാവങ്ങളും നിറഞ്ഞുകൊണ്ടും വാകത്താന നിവാസികൾക്ക് ഇതുപോലെ അനുഗ്രഹത്തിൽ ജീവിതക്കാർ എനിക്ക് അസൂയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വർഷക്കാലമായി അധ്യാപക, സാമൂഹ്യ, ആധ്യാത്മിക, ഗവേഷണ, സാംസ്കാരിക രംഗമൊക്കെ പ്രശസ്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ കെ.എം. സാറിന്റെ 8ാമത്തെ ഗ്രന്ഥത്തിന്റെ പ്രകാശന ക്രമത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ലഭിച്ചത് ഞാൻ ആദ്യമായി വിശ്വസിക്കുകയാണ്. ഒപ്പം എന്നെ ക്ഷണിച്ച സംഘടനകളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സന്ദേശ വിദ്യാർത്ഥിയായ കെ.എം. ഞാൻ ഇടപാടുള്ള സീനിയോർ സഭയുടെ പ്രസംഗം അന്നോട്ട് അതിൻ്റെ കൂടുതൽ കണ്ടുണ്ട്. ഞാൻ പ്രധാന പ്രവർത്തനമായിരുന്നാണ് അതിൻ്റെ കൂടുതൽ മനസ്സിലാക്കിയും പരിചയപ്പെടാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു വലിയ മഹാനായ കുട്ടി ഇപ്രകാരം പുസ്തകം എഴുതിയപ്പോൾ എന്നെ വിളിച്ചതിൻ്റെ ആസ്വാദനം എന്നെ ചുമതലപ്പെടുത്തിയത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോടും സംഘാടനം നന്ദി പറയുന്നത്. രണ്ടാം ആസ്വാദനം എന്നുള്ളതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ കണ്ടത്. ഞാൻ ആദ്യമായി കണ്ടെത്തിയത് ഇന്ന് പല പ്രായമുള്ള ബഹുമാനിക്കപ്പെട്ട കാലഘട്ടം അങ്ങനെ ഈ പുസ്തകം സമർപ്പിക്കുന്നത് എൻ്റെ അപ്പത്തെ സംബന്ധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല തലമുറയ്ക്ക് വലിയ മാതൃകയായിട്ടാണ് ഞാൻ കണ്ടെത്തുന്നത്. രണ്ടാമതായി ആസ്വാദത്തിൽ കണ്ടത് വളരെ പുതിയ സാറാണ് ഹിസ്റ്ററി എടുത്തത്. ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ ഹിസ്റ്ററി വിദ്യാർത്ഥി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്റോറിയൻ ഷുഡ് ബി ഇംപാർഷ്യൽ ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഒരു ചരിത്രകാരന് തൻ്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ പാശ്ചാത്യം പാടില്ല, ഇംപാർഷ്യലായിരിക്കും എന്നാണ് നിലപ്പെടുന്നത്. പക്ഷേ ശരിക്കും ഇന്ന് വരെ നാളെന്ന് വരെ ഒരു ചരിത്രകാരനെ ഞങ്ങൾ തന്നെ കണ്ടെത്താൻ സാധിക്കും. ഈ ചരിത്രകാരനെ ചരിത്രം പറയാൻ ഒന്നിൽ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ പ്രദേശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒക്കെ അതിനെ പ്രതിനിധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സാറെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ കാണാൻ സാധിച്ചില്ല. കാണാതെ മാത്രം പോലെ ഇന്നത്തെ ബഹുമാന ശിവചാര്യ സാറിനെ പോലെ പറഞ്ഞിട്ടുള്ളത് നിഷ്പക്ഷമായിട്ടാണ് എന്നെനിക്ക് പറയാൻ. ഏറ്റവും വലിയ തിരുവാരായ കൊടുക്കാൻ അറിയുന്നത് കേരള ചരിത്രത്തെ ചെയ്യാൻ നന്നായിരിക്കുന്നത് കെ. ശ്രീധരൻ സാറാണ്. അദ്ദേഹം ആ മുഖ്യമന്ത്രിക്ക് കിട്ടിയ സർവേ
എയും ബിയുമായിട്ടുള്ള വ്യത്യാസം. ബി പറയുന്നത് അതോറിറ്റി പ്രൊസസ് മാത്രം പറയുന്നത്. ശ്രീനാരായണ സാറ് അതോറിറ്റിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അദ്ദേഹം പോലും സർവേ ഓഫ് കേരള ചെയ്ത് മാത്രമാണ്. പക്ഷെ ഇവിടെ കുര്യാക്കോസ് സാറ് വളരെ നന്ദിയോടെ പ്രാഥമികതയോട് ആധികാരികതയോട് ഈ പുസ്തകത്തിന്റെ ഹെഡിങ്ങിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് വാദപ്പാട് നോക്കി. ഞാൻ സാപ്പാട് പരിശീലിച്ചു. ഈ വാദപ്പാട് ജയമാധവ സാർ പറഞ്ഞത് എനിക്ക് ചെറിയ അസൂയ തോന്നുന്നു. ഇത്രയും വലിയ ആൾക്കാരുടെ വാദപ്പാടുകൾ, ഇത്രയും വലിയ പാരമ്പര്യങ്ങളുണ്ട്. പല കുടുംബങ്ങളിലെ കാര്യം പറയുന്നു, പല സമരങ്ങളിലെയും കാര്യം പറഞ്ഞിരിക്കുന്നു, പല അമ്പലങ്ങളിലെയും കാര്യം പറഞ്ഞിരിക്കുന്നു, പല പള്ളികളിലെയും കാര്യം പറഞ്ഞിരിക്കുന്നു. ഇത്രമാത്രം പ്രാധാന്യം ഞാൻ വാദപ്പാട് പറഞ്ഞത് ഉൾപ്പെടെ വളരെ ആഗ്രഹമാണ്. ഇത്രയും പ്രാധാന്യം വാദപ്പാട് എന്നുള്ള സത്യത്തിൽ ഞാൻ ഈ പുസ്തകമായിട്ട് രക്ഷിച്ചു. അവിടെ നിങ്ങളുള്ള ജയമാധവ സാറിന്റെ അതേ അസൂയ ഞാൻ പങ്കുവെക്കുന്നു. ഞാൻ അടൂരുകാരനാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു കറ്റോലിൽ പോയി അടൂരിനെ കുറിച്ച് പുസ്തകം ചെയ്യപ്പെടും. രണ്ടാമത് എനിക്ക് തോന്നിയ ആസ്വാദനം അല്ലെങ്കിൽ 2006 9 വർഷക്കാലം കഴിഞ്ഞു. സാധാരണ ഞങ്ങളുടെ കോളേജാണ്. അധ്യാപകർക്ക് എത്രയുമായ ആശയം കിട്ടും. ചിന്തിക്കുന്നത് വലിയ വീട് പഠിക്കണം, അല്ലെങ്കിൽ വലിയ ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ, വ്യത്യസ്തമായ ഒരു മനുഷ്യൻ, അദ്ദേഹം ചിന്തിച്ചത് എനിക്കിന്ന് നാടിനെ കുറിച്ച് എന്ത് വരും. 4 ഓസ്ട്രേലിയൻ ഡിഗ്രികളാണ് എനിക്ക് അതിനെ ഉപയോഗ അവസ്ഥയാണ്. മാത്രമല്ല കുര്യാക്കോസ് കഷ്ടപ്പെട്ടു. കാരണം 4 എം എടുക്കുന്നത് നിസ്സാരമില്ല. എനിക്ക് 2 എം. രണ്ടാമത്തെ 2 വർഷം കൊണ്ട് അന്വേഷിച്ചു, വളരെ പാടുകൊണ്ട് അന്വേഷിച്ചു. ആ 2 എം എഴുതിയ 4 എം എടുത്ത് കുര്യാക്കോസ് സാറിന്റെ സത്യത്തില് സ്വയം വഴിയില്ല. എനിക്ക് സാറെ അഭിനന്ദിക്കും. 4 എം ഉള്ള കുര്യാക്കോസ് സാറ് ഒരുപാട് മേഖലകളിലേക്ക് ശ്രമിക്കാതെ ഈ നാടിനെക്കുറിച്ച് ബാധകളെ കുറിച്ച് ചരിത്രം എന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്ത വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ വലിയ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മാനസ സരോവരത്തിൽ 9 വർഷക്കാലങ്ങളിൽ ആയ ഒരു ചിന്തയിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ പുസ്തകം. ആലോചിച്ചിരുന്നത് 9 വർഷം കൊണ്ടാണ് ഈ പുസ്തകം രൂപപ്പെടുത്താൻ വേണ്ടി അത് എത്രമാത്രം ത്യാഗം സൃഷ്ടിക്കുന്നു, എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. സാധാരണ ഏത് കരുതലായി സ്ത്രീപോലെ അറിയാതെ ഒരു പാശ്ചാത്യം ഇവിടെ അടിപൊളിക്കുമായിട്ട് ഒരു പാശ്ചാത്യം ഇല്ലാതെ എല്ലാ മതങ്ങളെക്കുറിച്ചും അദ്ദേഹം രാഷ്ട്രീയ കേരളീയ അദ്ദേഹം മതനിക്കണം ഓർത്തോഡോക്സ് മാനേജ്മെന്റ് ആ ഒരു മതത്തെക്കുറിച്ചോ ഏതെങ്കിലും സഭകളെക്കുറിച്ചോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഏതെങ്കിലും ഉത്സവങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു പാശ്ചാത്യം കഴിക്കാതെ നിഷ്പക്ഷമായി അദ്ദേഹം ഈ പുസ്തകം രചിച്ചു എന്നുള്ളത് അങ്ങേറ്റം അനുമോദവും അഭിനവും അറിയിക്കുന്ന ഒരു പുസ്തകമാണ്. മറ്റൊന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴത്തെ ചരിത്രത്തിനെല്ലാം നിങ്ങൾക്കറിയാം. ചരിത്രം വായിച്ചു ബന്ധപ്പെട്ടുള്ള പണ്ടൊക്കെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒന്നാം ലോകമായിട്ടും 2ാം ലോകമായിട്ടും അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ചും വലിയ സംഭവങ്ങളെ കുറിച്ച് മാത്രം ചരിത്രമാണ്. അത് മലയാള ചരിത്രത്തിന്റെ സ്റ്റൈലുമാണ്. കഴിഞ്ഞ 1-2 ദശാബ്ദങ്ങളായിട്ട് കീഴാട് ചരിത്രവും ഗണിത ചരിത്രവും ഒക്കെ വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചരിത്രത്തിന്റെ രീതികൊണ്ടിരിക്കുന്നത് പ്രാദേശിക ചരിത്രത്തിലേക്കാണ്. KCH കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാദേശിക ചരിത്രത്തിലേക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കാലത്തിന്റെ ഒത്തൊഴുക്ക് മനസ്സിലാക്കി അതിന് മുൻപിട്ടിറങ്ങിയ വിദ്യാർത്ഥി വിദ്യാഭ്യാസമാണ് പ്രാദേശിക ചരിത്രത്തിനുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഞാൻ ശ്രീ വാദപ്പാടത്ത് വളരെ രഹസ്യമുണ്ട്. നമ്മൾ ജനുവരി 1 തീയതിയിൽ NSSകാർ മന്നത്തുകൊണ്ടാണ് ജയന്തിക്ക് ആവശ്യമാണ്. വലിയ ശ്രമങ്ങളാണ് കലാശം. പക്ഷെ വായിച്ചപ്പോൾ മനസ്സിലാക്കി അദ്ദേഹം ജനിച്ചത് വാദപ്പാട് നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു ഭാഗം വഴി അതിന് വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയ മന്നത്തുകൊണ്ടാണ് ജനിച്ചിവിടെ നാളാണ് വാദപ്പാടെന്നുള്ളത്. ഞാൻ പുസ്തകമാക്കി ഈ ഞങ്ങളെല്ലാ വർഷവും സംഘടനകൾ വെച്ചിട്ട് മന്നത്തുകൊണ്ടാണ് ജയിലിൽ ആവശ്യക്കാരോ ചങ്ങനാശ്ശേരി പോയിട്ടുള്ള. പക്ഷേ ഇങ്ങനൊരു സത്യം എന്നെ എനിക്ക് അറിവുകൊണ്ടായിരുന്നു എനിക്ക് മനസ്സിലാക്കി. ഞാൻ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ സമ്മേളനമാണ് ഒരു കുമാരനാഥന്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മേളനം. പക്ഷെ വായിച്ചപ്പോൾ അഭിനയിക്കുന്നത് നമ്മൾ ശ്രീകുമാരൻ സാരനാഥിൽ പോയി ബുദ്ധമതത്തെ കുറിച്ച് ആദ്യമായി പ്രസംഗിച്ചതുപോലെ കുമാരനാഥൻ ആദ്യമായി ഈ സഭയെ കുറിച്ച് പ്രസംഗിച്ചത് വാദപ്പാട്. ഇത്ര വലിയ പ്രാധാന്യമാകുന്നത് ഈ രഹസ്യം നോക്കുകയാണ്. വളരെ ഓർത്തഡോക്സും ഓർത്തഡോക്സിലെ നമ്മുടെ പ്രവാസികളുടെ നമ്മൾ വിശേഷിക്കുന്ന ദേവദോസ്യം വാദപ്പാടുകാരാണ്. അങ്ങനെ എത്രയോ മഹാരഥന്മാരെ ജന്മം കൊണ്ട് ജനിച്ചൊരു വലിയ പുണ്യപ്രദേശമാണ്, ചരിത്രഭൂമിയാണ് വാദപ്പാട് എന്നുള്ളത്. മറ്റൊരു സന്ധ്യയെക്കൊണ്ട് കുര്യാക്കോസ് കാഴ്ചവെക്കുന്നത് അവരുടെ ചരിത്രത്തിൽ പ്രാധാന്യത്തോടെ വായിക്കാൻ പറ്റുന്ന സംഭവമാണ്. CP രാമസ്വാമിയുടെ കാലത്തെ പുതുപ്പുഴ വലിയ വായിച്ചപ്പോൾ അഭിനയിക്കുന്നത് പുതുപ്പുഴ വലിയ പങ്കെടുത്തവര് വാദപ്പാടുകാരുടെ മാവേലി കൊച്ചൻ എന്ന് പറയുന്ന പരിക്കുപറ്റിയായ ആ മാവേലി കൊച്ചുമായി ബന്ധപ്പെട്ട കുടുംബത്താണ് ഇന്ന് അദ്ദേഹം വീഴ്ചിക്കൊണ്ട് അവർക്ക് അഭിമാനം. നമുക്കറിയാം സാധാരണ പ്രായമാരെ ക്ഷമിക്കണം. ഇന്നും പല സാധാരണ സേനാനികളാണ് എന്ന കപടമാണ് അഭിനയിച്ച് കഴിഞ്ഞ പ്രശ്നപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളമുണ്ട്. ഒരു സാമ്പത്തിക പങ്കെടുക്കാറില്ല. അതിന് 7 അയലോകത്തും പോയി കാണും. പക്ഷെ അവരുടെ പെൻഷൻ കിട്ടുമ്പോൾ നോക്കി
KM വിദ്യാഭ്യാസമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാം മനസ്സിലാക്കി ഈ പുസ്തകം വായിച്ച് പഠിച്ച് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എത്രമാത്രം പ്രാധാന്യം വാഗത്താറിന്റെ ചരിത്രത്തിന് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം നല്ല കൃത്യതയുണ്ട്, ചരിത്രം സത്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചരിത്രത്തെ വളച്ചൊടിക്കും, ചരിത്രത്തിൽ വിളഞ്ഞ് മായങ്ങൾ ചരിത്രം എന്താണ് ചരിത്ര യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പലപോലെ തിരിച്ചു പിടിച്ച് എഴുതാറുണ്ട്. ഇവിടെ എനിക്കറിയാം ആ ചരിത്രത്തിൽ ബഹുമാന ഏറ്റവും തെറ്റിച്ചേർന്ന നിരീക്ഷിക്കുന്ന പ്രത്യേകമാണ്. ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിലൂടെ പ്രാധാന്യം സത്യമാണ്, ചരിത്രം സത്യമാണ്. ആ ചരിത്ര സത്യങ്ങളെ ഏത് കുപ്പികൾ കളച്ചാലും അത് പുറത്തു വരും, ഏത് ഷോപ്പുകളിൽ മൂടി വെച്ചാലും അത് പുറത്തു വരും. പക്ഷേ അത് പുറത്തു വരണമെങ്കിൽ അതിനുവേണ്ടി എത്തിക്കാൻ, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ, ആ ഏതൊരു പ്രവൃത്തിയാക്കുവാൻ മെനക്കെടാനായിരിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട KM സാർ പാകിസ്ഥാനത്തിന്റെ ചരിത്രം ലോകത്തിന്റെ ഐക്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അനുഭവിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണമോ, 5 രൂപയുടെ പുസ്തകം അദ്ദേഹം ഇന്ന് ഇവിടെ ഈ വേദിയിൽ വെച്ച് 200 രൂപയ്ക്ക് പാകിസ്ഥാനോ മധ്യമിക്കാൻ നമ്മളൊന്നും കഴിയില്ല എന്നോട് 200 രൂപ വരെയും പാകിസ്ഥാനാണ് കൊടുക്കുന്നതാണ് എന്ന് അദ്ദേഹം പണ്ഡിതന്മാരെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രസ്ഥാനങ്ങളിലും കൂടി അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവരുമായ ആശംസകൾ നേർന്നുകൊണ്ട് ചരിത്ര മേഖലകളിൽ ചരിത്രത്തിൽ തകരുവാതെ ആരെങ്കിലും ഈ പ്രവർത്തനം കൂടിയായി ഈ പുസ്തകം പ്രസവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് മുന്നിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വേദിയിൽ പുരുഷരായിരിക്കുന്ന മഹാജനങ്ങളെ, വന്യ വൈദികരെ, സ്നേഹിതരെ, ഏവർക്കും വന്ദനം. ഒരു അമ്മയ്ക്ക് കുഞ്ഞു പിറക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് എനിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞിനെ 9 മാസവും ഏതാനും ദിവസവും ഉദരത്തിൽ വഹിച്ചാൽ മതി. എന്നാൽ വാഗത്താനം എന്ന ചരിത്ര ശിശുവിനെ 9 വർഷവും ഏതാനും മാസങ്ങളും എൻ്റെ മാനസ സരസിൽ ഞാൻ വഹിച്ചു. ഇന്ന് ഡെലിവറി നടക്കുകയാണ്. ശിശുവിനെ ഉയർത്തി കാണിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വികസനവും കരുതലുമായി അതിവേഗം ബഹുദൂരം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന നമുക്കേവർക്കും പ്രിയകരനായ കേരളത്തിന്റെ രോമാഞ്ചമായ നമ്മുടെ MLA ആയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം പകരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഗ്രന്ഥത്തിലായിരിക്കും അദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് കുറെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. മാർത്താണ്ഡവർമ്മ മുതൽ ഉമ്മൻചാണ്ടി വരെ എന്നുള്ള തലക്കെട്ടിന്റെ അവസാന ഭാഗത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാല ചരിത്രകാരന്മാർ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ അദ്ദേഹത്തിന്റെ പേര് ഉല്ലേഖനം ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ആ കൃതി നിർവഹിക്കുന്നതിനുള്ള ഭാഗ്യം ആദ്യം എനിക്കായിരിക്കും സിദ്ധിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. നേരത്തെ ഞാൻ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ തക്ക സമയത്ത് എത്തിച്ചേരാൻ പോയി. ഇപ്രാവശ്യം അദ്ദേഹം എത്തിച്ചേർന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഗ്രന്ഥം പ്രകാശനം ചെയ്ത് ഏതാനും നിമിഷം സംസാരിക്കുന്നതിന് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഘോഷിപ്പിന്, ശ്രീ കെ ഡോക്ടർ വർഗീസ് അടൂർ, ശ്രീ പൊലിക്കണം രാജി, ശ്രീമതി ഷെൻ തോമസ്, ശ്രീമതി വിമോ, ശ്രീ ശ്രീ എൻ പി നീലാംബരൻ, മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആദ്യമായി ഒരു ക്ഷമാപണത്തോടെയാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ വളരെ വൈകിയെ വരാൻ സാധിച്ചു. എനിക്ക് ഇന്നത്തെ പരിപാടികളിൽ ഒക്കെ ഒരു മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് എനിക്ക് കടുത്തിരുത്തി വരെ പോയേച്ച് തിരിച്ച് ഈ പരിപാടിക്ക് വേണ്ടി വരുമ്പോൾ കിങ്ങി പോകുന്നത് അഭാവത്തേക്കാണ്. ഞാൻ ആ പരിപാടി നേരത്തെ എട്ട സമയത്ത് ഉണ്ടായിരുന്ന അല്ലാതെ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വൈകും എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചിരുന്നു. യോഗം തുടർന്ന് ഞാൻ 5 മണിക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നു. വൈകുന്നേ ഞാൻ ആദ്യമായിട്ട് കേരളം പ്രകടിപ്പിക്കുക. വാഴത്താനത്തിൻ്റെ ചിത്രം കുര്യാക്കോസ് എഴുതി ആ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഈ വാഴത്താനം പ്രദേശവുമായിട്ട് വളരെ ഹൃദ്യമായ ഒരു ബന്ധമാണ്. ഞാൻ SD കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. ആ 3 വർഷവും പുതുപ്പള്ളിയിൽ വാഴത്താനം വഴിയുള്ള ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു പഠിച്ചത്. അപ്പോൾ ആ ബസ്സിലെ യാത്രക്കാർ SD കോളേജിലെ എൻ്റെ സഹപാഠികൾ, അങ്ങനെ നിരവധി ആളുകളുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ, വാഴത്താനുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചു. അല്ലാതെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ പല ബന്ധുക്കൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ വേറെ. എന്നാലും എനിക്ക് ഏറ്റവും അടുത്ത വാഴത്താനം പ്രദേശവുമായി ബന്ധപ്പെടുത്താൻ കിട്ടുന്ന അവസരം ഈ കോളേജിൽ പഠിച്ച 3 വർഷക്കാർ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പലരും വാഴത്താനത്ത് ഉള്ളവരാണ്. അപ്പോൾ എനിക്ക് വളരെയേറെ വ്യക്തിപരമായി ഒരു അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ള പ്രദേശത്തിൻ്റെ കഥയാണ്, അതിൻ്റെ ചരിത്രമാണ് കുര്യാക്കോസ് ഈ പുസ്തകത്തിലൂടെ. ഞാൻ ആദ്യം അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ വാഴത്താനം കൂടി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായി അന്ന് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. വിദ്യാർത്ഥിയാണ്. ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിൽ എനിക്ക് ഈ വാഴത്താനത്തിൽ നിന്ന് ലഭിച്ച ആ കൃത്യമായ ഒരു പിന്തുണ, ഒരു ശക്തമായിട്ടുള്ള ഒരു സഹകരണം കാലത്ത് ഞാൻ എനിക്കെന്നും കൃതജ്ഞതയോട് വിളിച്ചു. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ ആരുമില്ല, ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ മാത്രമാണ്, വിദ്യാർത്ഥിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തന്ന പഞ്ചായത്ത് വാഴത്താനം പഞ്ചായത്ത്. പള്ളിയിൽ പോലും എനിക്ക് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വാഴത്താനത്തിൽ നിന്ന് 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അങ്ങനെ എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പവും ഹൃദയബന്ധവുമുള്ള വാഴത്താനത്തിൻ്റെ ചരിത്രം. അത് എനിക്ക് ആ പുസ്തകം വായിക്കാൻ സാധിച്ചില്ല. പക്ഷേ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് അറിയുമ്പോൾ അത് നിശ്ചയമായും ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക്, ഒരു
ഈ നാടിൻ്റെ കഴിഞ്ഞകാല ചരിത്രം, പാരമ്പര്യം, ഇവിടുത്തെ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി ഒക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് ഏറ്റവും പ്രയോജനകരമായിരിക്കും എന്ന് എനിക്ക് വിശ്വാസം. കുര്യാക്കോസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം പഠിച്ച് അദ്ദേഹം രംഗത്തേക്ക് വന്ന എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ രംഗങ്ങളിലെല്ലാം വലിയ അംഗീകാരവും അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലെ ഒരു പൊൻതൂവലാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് ഉള്ള പൂർണ്ണ വിശ്വാസം. അദ്ദേഹത്തിന് അതിന് എല്ലാ കാലത്തും അഭിമാനിക്കാൻ വളരെ നൽകുന്ന ഒന്നായിട്ടുണ്ട്. എനിക്ക് യാതൊരു സംശയവുമില്ല, ഈ പുസ്തകം വായിക്കുന്ന വാഗ്ദാനത്തിൽ അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും അഭിനന്ദിക്കാതിരിക്കില്ല. കാരണം ഓരോരുത്തർക്കും അവർക്ക് അനുഭവമുള്ള, അവർക്ക് വളരെ വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത്. ഈ പുസ്തകം ഡോക്ടർ കെ.സി. മാമനെ പോലുള്ള ഒരാൾക്ക് കൊടുത്ത് പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് മാത്രമല്ല, അദ്ദേഹം ഇന്ന് പൊതു സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിലും പങ്കെടുത്തത് ഇതിൻ്റെ വിശ്വാസമാണ്. എനിക്ക് എല്ലാവിധ ഭാവങ്ങളും നടത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഇവിടെ പറഞ്ഞല്ലോ 9 വർഷത്തിലേറെ കാലത്തെ ഒരു കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ ഇതിനകത്തെ ഓരോ വാക്കിനോടും ഓരോ വാചകത്തോടും അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹം അത്രമാത്രം എഴുതിയും തിരുത്തിയും കൂട്ടിച്ചേർത്തും എല്ലാം കലർത്തിയ ആ പുസ്തകം അത് അദ്ദേഹത്തിന് എന്നും ഒരു നേട്ടമായിരിക്കും. ഇതുപോലുള്ള സംഭാവനകൾ ഈ പുസ്തകത്തിന് കിട്ടുന്ന അംഗീകാരം കൊണ്ട് അദ്ദേഹം നിശ്ചയമായും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സൂര്യപ്രകാശത്തിന് വേണ്ടി സൃഷ്ടിപരമായ പ്രതീക്ഷയോടെ ഇതിന്റെ കാലഘട്ടത്തിൽ ക്ഷമയോടെ ക്രിയാത്മകതകളിലേക്ക് പാഠമാക്കാനുള്ള കേരളത്തിന്റെ സമാധാനീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് നന്ദി. അനുമോദന സന്ദേശത്തിനായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷി പുൽപ്പള്ളി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എൻ്റെ ബഹുമാനായ ഫാദർ ഡോക്ടർ ടി.ജെ. വിശ്വാസ, ഫാദർ ഡോക്ടർ കെ.എം. ജോർജൻ, മകനാടിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തോട് പ്രകാശനം ചെയ്ത കേരളത്തിലെ ആരാധനയും ബഹുമാന്യമായ മണ്ഡല സാർ, വേദിയിലുള്ള CBC പ്രൊഫസർ പി കെ വിജയൻ, ഡോക്ടർ കെ.സി. മാമൻ, ശ്രീ കെ. എം. മാത്യു, ഡോക്ടർ വർഗീസ് ചേരി, ശ്രീ പള്ളിക്കുളം രാജു, വാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈന തോമസ്, വാഗ്ദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജയിപ്പൂടെ പാർക്കി, ശ്രീമതി ഓസമ്മ മത്തായി, ശ്രീ എൻ പി നീനാഥൻ, മറ്റ് അഭിവന്യ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കെ. കുര്യാക്കോസ് സാറ് കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഒരു തപസ് പോലെ അനുഷ്ഠിച്ചു വന്ന പ്രവൃത്തി ഇന്നതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയും
അദ്ദേഹം ഇതിനുവേണ്ടി നടത്തിയ കഠിനാധ്വാനം അത് വളരെ അടുത്തറിയുന്നതിനും നേരിൽ കാണുന്നതുമൊക്കെ സാധിച്ചു പോയൊരു വ്യക്തിയാണ്. ഇതിനുവേണ്ടി അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ദൂരം എത്രയോ കിലോമീറ്ററുകൾ, കയറിയിറങ്ങിയ ഓഫീസുകൾ, അതുപോലെ തന്നെ കേട്ടറിവിനും നാട്ടറിവിനും വേണ്ടി അദ്ദേഹം സമീപിച്ച വ്യക്തികൾ, എത്രയോ കഠിനാധ്വാനത്തിന്റെ ഫലമായ കാലം ഇത്രയും മനോഹരമായ ഒരു ചരിത്ര പുസ്തകം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനം, ഈ ദേശത്തോടുള്ള സ്നേഹം, അതൊക്കെയാണ് നമുക്ക് ഈ പുസ്തകത്തിന്റെ രചനയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതം സ്വന്തം നാടിന് പ്രയോജനപ്പെടണമെന്ന വലിയൊരു കാഴ്ചപ്പാട്. അതാണ് ഈ പുസ്തകത്തിന്റെ രചനയിൽ അദ്ദേഹത്തിന് പ്രചോദനമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്താനഗരെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പാരമ്പര്യം, പൈതൃകം എല്ലാം വളരെ നല്ല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പുസ്തകം ഓരോ വാർത്താനകാരനും വളരെ അഭിമാനം പകരുന്നതാണ് എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലഘട്ടവും വളരെ അനുകരണീയവും മാതൃകാപരവുമായിരുന്നു. അതുപോലെ തന്നെയായി അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതവും എന്നാണ് ഈ പുസ്തക രചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ പ്രദേശത്തിന്, വാർത്താനത്തിന് വലിയ ഒരു മുതൽക്കൂട്ടായി ഈ പുസ്തകം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ നമുക്ക് വളരെ നന്ദിയോടുകൂടി മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ച് സ്മരിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, വാർത്താനത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം, മിക്കവാറും ഒരു 90% വീടുകളിലേക്കും ഗതാഗത സൗകര്യം വാർത്താനം, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക ഗ്രന്ഥശാല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഗ്രന്ഥശാല, ഇതൊക്കെ നമ്മുടെ പൂർവികന്മാരുടെ മനുഷ്യാത്മാവും അതുപോലെ തന്നെ സ്വന്തം വസ്തുതകളും ഒക്കെ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി സ്വന്തം മനസ്സാലെ വിട്ടുകൊടുത്ത് ഈ നാടിനെ എത്രമാത്രം വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദേശത്തോട്, ഈ പ്രദേശ നാടിനോട് നമ്മുടെ പൂർവികർ കാണിച്ചിട്ടുള്ള വലിയ ഒരു പുരോഗമനപരമായ ചിന്ത, അത് ഈ നാടിന്റെ പുരോഗതിയിൽ നമുക്കറിയാം. വെറും കാടായിരുന്ന വാർത്താനം മുഴുവൻ ഇന്ന് വലിയൊരു പട്ടണ പ്രദേശമായി മാറിയതിന്റെ പിന്നിലുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനം എത്രയോ വ്യക്തികൾ. അപ്പൊ അതൊക്കെ രേഖപ്പെടുത്തി എല്ലാവരും ഓർമ്മിക്കത്തക്ക വിധത്തിൽ ഒന്നും വിട്ടുപോകാതെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ദേശത്തിന്റെ ചരിത്രം തന്നെ വളച്ചൊടിക്കുകയും വികലമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ പ്രിയപ്രസാദങ്ങളുള്ള നിഷ്പക്ഷമായ ഒരു മഹത് വ്യക്തി ചരിത്രമായി തന്നെ യാതൊരു വിധത്തിലുള്ള വളച്ചൊടിക്കലോ മറ്റു രീതിയിലുള്ള ഇടപെടലുകളോ ഇല്ലാതെ ഏറ്റവും നിഷ്പക്ഷമായിട്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ട് സത്യസന്ധമായിട്ട് ഈ പുസ്തകം രചിക്കുകയും അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഇവിടെ സൂചിപ്പിച്ചു. പുസ്തകത്തിന്റെ പ്രതികൾ എല്ലാ കുടുംബങ്ങളിലും എത്തത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം ഇത് ഗവൺമെന്റിൽ നിന്ന് സാമൂഹിക സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേക ഉത്തരവ് മുഖേന പ്രവാഹത്തിന്റെ എല്ലാ കുടുംബങ്ങളിലും ഈ പുസ്തകം എത്തിക്കുന്നതിന് വേണ്ട ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എല്ലാം കൂടി സംയുക്തമായിട്ട് തയ്യാറാക്കിയ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി അതിനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സാറിന്റെ അധ്വാനം കൂടുതൽ, അദ്ദേഹത്തിന്റെ വളർച്ച എന്തുമാത്രം സാമ്പത്തികപരമായ വളർച്ചകളെന്ന് എനിക്ക് നേരത്തെ അറിയാം.
വേദിയിലിരിക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബിഷപ്പ് സാർ, മറ്റു വിശിഷ്ട അതിഥികൾ, വാഗത്താൻ എന്ന മഹാഭാരതദേശത്ത് വന്നു പിറക്കാനും അവിടെ വന്ന് ജീവിക്കാനും ഇടയായ അനുഗ്രഹീതരായ നാട്ടുകാരെ, പ്രൊഫസർ കെ മുടിയേറ സാറിൻ്റെ വാഗത്താനത്തിൻ്റെ ചരിത്രം എന്ന ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു കുറഞ്ഞ വർഷങ്ങളോളമുള്ള പരിചയമാണ് ഉള്ളത്. സാറിന് പുസ്തകത്തിൻ്റെ രചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നുള്ള വിവരം ഞാൻ അറിയുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് ഫോണിൽ എന്നെ ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ തിരക്കുകയും അറിയുകയും ചെയ്തിരുന്നു. പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള പരിഗണന ചരിത്രകാരന്മാരുടെ അക്കാദമിക് ചരിത്ര രംഗത്തും അക്കാദമിക് ചരിത്ര പഠന രംഗത്തുമുള്ളവർ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്ത് പ്രാദേശിക ചരിത്ര രചനകൾ ഐതിഹ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലനിന്നു പോലുള്ള ചരിത്രശാഖയുമായി ബന്ധമില്ലാതെയും വായനാശീലമില്ലാതെയും ഇരിക്കുന്ന ആൾക്കാർ കെട്ടുകഥകളെ പ്രമാണമാക്കി രചിച്ചു പോരുന്ന പ്രാദേശിക ചരിത്ര രീതി ഉണ്ടായിരുന്നു. വാമൊഴി വഴക്കങ്ങളിലൂടെ നമ്മുടെ നാടിൻ്റെ ചരിത്രം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ പോലും ഈ വാമൊഴി വഴക്കങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങളുടെ സൂക്ഷ്മാംശത്തിലുള്ള അതിൻ്റെ സാധാരണ മനസ്സിലാക്കുന്ന യുക്തിപരമായ ചില വിശകലനം ആവശ്യം. അത് എപ്പോഴും അക്കാദമിക് ചരിത്ര രംഗത്ത് ചേർത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചരിത്ര രചനകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നമ്മുടെ കോട്ടയം പ്രദേശത്താകട്ടെ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള വളർച്ചയും വികാസവും ഉണ്ടായിരുന്നു. മലബാറിലും കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെയായി പ്രാദേശിക ചരിത്ര രചനയിൽ പുതിയ വളർച്ചകളും മുന്നേറ്റങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു. മിക്കവാറും തന്നെ ചർച്ച ചെയ്യപ്പെടുകയും അവയിലൊക്കെ ഉണ്ടാകുന്ന പ്രമാദികളെ മാറ്റുന്നതിന് വേണ്ടുന്ന അവസരങ്ങളും ഒക്കെ അവിടെയുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം പ്രദേശത്തിന് ഒരു പ്രാദേശിക ചരിത്ര രചന ഇന്നുവരെ കാര്യമായി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ആ രംഗത്താണ് ഇപ്പോൾ പുതിയതായി പ്രാദേശിക ചരിത്രകാരന്മാരുടെ കൂട്ടായ്മ ഉണ്ടാകുകയും അത്തരത്തിൽ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞും തെറ്റുകുറ്റങ്ങൾ നിരത്തിയും നിലവിലുള്ള ചരിത്രഗ്രന്ഥങ്ങളെ കാര്യമായി പഠിച്ചുമുള്ള പുത്തൻ രീതിശാസ്ത്രത്തിലുള്ള ചരിത്രത്തിന് പ്രസക്തി ഉണ്ടാകുന്നു. ഞങ്ങൾ കോട്ടയം നാടകോട്ടം എന്ന് പറയുന്ന ഒരു സംഘടന കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. കോട്ടയം എന്ന പേര് ആർക്കൊക്കെ സ്വന്തമായിട്ടുള്ളൂ ആ പ്രദേശത്തൊക്കെയും പൈതൃക സംരക്ഷണവും പ്രാദേശിക ചരിത്ര പഠനവുമായാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മുഖ്യ സംഘാടകൻ എന്ന നിലയിൽ ഈ ഒരു പുസ്തക രചനയും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന വായനയുമെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഘനത്തെ സംബന്ധിച്ചും ഗ്രന്ഥരചയിതാവിൻ്റെ ഇതിലുള്ള നൈപുണ്യത്തെ സംബന്ധിച്ചുമെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഞാനെനിക്കൊരു വാക്ക് പറയാൻ അധികമായിരിക്കും. അവരെല്ലാം പറഞ്ഞതിന് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ രചന നടത്തിയുള്ള എല്ലാ അനുഭവങ്ങളും രേഖപ്പെടുത്തരുത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വാഗ്ദാനത്തിന് ഇതിനു മുമ്പ് ഞാൻ വായിച്ചിരിക്കുന്നത് വാഗ്ദാനത്തിൽ നമ്മുടെ മണിയമ്പൂരിൻ്റെ ചരിത്രത്തിലൂടെ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലാണ് കുറച്ച് വാഗ്ദാനത്തിലുള്ള പ്രാഥമികമായ അറിവുകളൊക്കെ കിട്ടുന്നത്. ഞങ്ങളുടെ കോട്ടയത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം ഡോക്യുമെന്റ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്തു. ഈ പുസ്തകങ്ങളൊക്കെ തന്നെയും ഞങ്ങളുടെ ഗ്രന്ഥശേഖരത്തിലുണ്ട്. തെക്കുംകൂടുതൽ ചരിത്രവും പുരാവൃത്തവും അതിൻ്റെ കേസും മുമ്പ് സർക്കാർ രണ്ടാമത്തെ പുസ്തകത്തിൽ വാഗ്ദാനത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും ആളുകൾക്കുള്ള കുറവുകളെല്ലാം തീർത്തുകൊണ്ട് ഒരു പുസ്തകം കൂടി ഇനിയും പുതിയ തരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ചരിത്ര രംഗങ്ങളുണ്ടായി പുതിയ തലമുറയിലുള്ളവർ ഈ രംഗത്തേക്ക് വരികയും ചെയ്ത് വാഗ്ദാനത്തിൻ്റെ ചരിത്രത്തെ പുഷ്ടിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വാഗ്ദാനത്തിൻ്റെ ചരിത്രം വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കോട്ടയത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന പ്രദേശമാണ് വാഗ്ദാനം. ഞാൻ വാഗ്ദാനത്തെ പറ്റി രണ്ട് വാക്കുകൾ സംസാരിക്കട്ടെ.
ഞങ്ങളുടെ കോട്ടയം നാട്ടിലെ ആദ്യത്തെ പരിപാടിയായിട്ടുള്ള ഉണ്ണുനീ സന്ദേശപാതയിലൂടെയുള്ള വൈദ്യുതപഠനയാണ് 2011 ഈ വഴിയാണ് ഞങ്ങൾ കടന്നത്. നൂറ്റാണ്ടുകൾ നടന്നിരുന്ന വലിയൊരു വഴിത്താൽ നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന 13-14 നൂറ്റാണ്ടുകളിലൊക്കെ കോട്ടയം ജില്ലയ്ക്ക് കുറുകെ ആകെ ഉണ്ടായിരുന്ന ഒരു വഴിത്താൽ കടന്നുപോയിരുന്ന പാതക്കാരത്തിലൂടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അഭിമാനകരമായ കാര്യം. ഉണ്ണുനീ സന്ദേശപാത തിരുവനന്തപുരത്ത് തുടങ്ങി കട്ടപ്പനയിൽ അവസാനിക്കുന്ന ഉണ്ണുനീ സന്ദേശപാത മണികണ്ഠപുരത്ത് വന്ന് തൃപ്പൂണിത്തുറയിൽ വന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ മുന്നിലൂടെ ഒഴുകുന്ന ഒടുവിലായിലൂടെ പാലൂർ കടലിലായിട്ട് അവിടെ നിന്ന് അവിടെ അത്രയും ദൂരം വഞ്ചിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് കടന്നു പോകുന്ന കണ്ണഞ്ചിറ തൃക്കുടിത്താനത്ത് നിന്ന് കടന്നു വരുന്ന ആ പാത കടന്നു ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സ്വീകരണം മണികൾക്ക് ഞാനിറങ്ങിയും ഒക്കെ അന്ന് തന്ന് തരികയുണ്ടായി. അതിനുള്ള പ്രത്യേക നന്ദി ഈ അവസരങ്ങളിലൂടെ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാനിത് വിശദമായി വായിക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് അധ്യായം തിരിച്ചിരിക്കുന്ന പ്രാകടനം, ആദിപർവം, വനപർവം, ജനപർവം, ക്ഷേത്രപർവം, പള്ളിപർവം, ഭരണപർവം, നായകപർവം, സ്ഥാപനപർവം, നിഷ്പത്തിപർവം, നിഗമനപർവം എന്നിങ്ങനെ ഉള്ള അധ്യായങ്ങളാണ് തിരിച്ചിരിക്കുന്നത്. ഒരു ക്ലാസിക്കൽ സാഹിത്യ ഘടനാരീതിയാണ്. അതൊരു വളരെ വ്യത്യസ്തമായ നിലയിൽ പ്രാദേശിക ചരിത്രരചനയ്ക്ക് വേണ്ടി സ്വീകരിച്ചത് പ്രത്യേകം എടുത്തു പറയട്ടെ. പ്രാദേശിക ചരിത്രരചനയിലെ പുതിയ രീതിശാസ്ത്രം, ആധുനികമായ ചരിത്രരചന രീതിശാസ്ത്രത്തെ അവലംബിച്ച് ആണ് മിക്കവാറും എല്ലാ ചരിത്രരചനകളും നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ചരിത്രരചന ഇനിയും ഉണ്ടായിരിക്കുന്നു എന്നും പറയട്ടെ. ഈ പുസ്തകത്തെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പുസ്തകം വായിക്കുമ്പോൾ അവതാരിക വിട്ട് വന്നിട്ട് അധ്യായം തുടങ്ങുന്നവർക്കാണ് സാധാരണ വായിക്കുക. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്ന ഡോക്ടർ എം.ആർ. രാഘവേന്ദ്രനാണ്. കേരളത്തിന്റെ ചരിത്രം ഏറ്റവും ആധുനികമായ രീതിശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുകയും കേരള ചരിത്രം ഡോക്ടർ എം.ആർ. വൈദ്യനും ഡോക്ടർ രാജഗോപാലും ചേർന്ന് എഴുതിയിരിക്കുന്ന കേരള ചരിത്രത്തിന്റെ 2-3 വാല്യങ്ങളായിട്ടുള്ള കേരള ചരിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിന്റെ ചരിത്രത്തെ വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ നിന്ന് സമീപിക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. അതിൽ എം.ആർ. രാഘവേന്ദ്രനാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കാണുകയാണ്. എം.ആർ. രാഘവേന്ദ്രൻ പുസ്തകത്തിന്റെ ഒരു പ്രസക്തി എന്നാണോ എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഘവേന്ദ്രനെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഈ വാകത്താനം ഗ്രാമത്തിനോട് അടുത്തുള്ള കടമുറി ഗ്രാമമാണ് ഈ വാകത്താനം ഈ ചുറ്റുവട്ടത്തുള്ള പ്രദേശം വികസിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് വേണം പറയാം. ഈ കാടമുറിയെ പറ്റിയുള്ള ആ ബ്രാഹ്മണരാണ് നമ്മുടെ ചരിത്രത്തിൽ കാണുന്നത്. പരശുരാമൻ ബ്രാഹ്മണരുടെ കുടിയിരുത്തിയപ്പോൾ 32 ഗ്രാമങ്ങൾ കേരളത്തിൽ വടക്കൻ കേരളം തൊട്ട് ഇങ്ങോട്ട് 32 നിറമണ്ണ്, പയ്യന്നൂർ തൊട്ട് നിറമണ്ണ് വരെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ, ഗോകർണം തൊട്ട് മഞ്ചേശ്വരം വരെ വടക്ക് 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ. അപ്പോൾ മലയാളത്തിലെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നായിരുന്ന കാടമുറി എന്നൊക്കെ പഴയ കേന്ദ്രങ്ങളിൽ കാണുന്ന കാടമുറി വാഗ്ദാനത്തിന് ചേർന്നതാണ്. ഈ കാടമുറി ക്ഷേത്രം, നരസിംഹസ്വാമി ക്ഷേത്രത്തിന് ഈ അടുത്ത കാലത്തായി എം.ആർ. രാഘവേന്ദ്രൻ വന്നതാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂട്ടത്തില് കേശവനന്ദസ്വാമി ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടുത്തെ ആ ക്ഷേത്രത്തിലെ ലിഖിതങ്ങൾ, വട്ടെഴുതിലുള്ള ലിഖിതങ്ങൾ വായിക്കുകയും അത് അതിപ്രാചീനമാണ്, കാലഘട്ടമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആദിമ ബ്രാഹ്മണ കുടിയേറ്റ ഗ്രാമമായിരുന്നു കാടമുറി. ഈ കാടമുറിയെ സംബന്ധിച്ച് സാർ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ എനിക്ക് ചെറിയൊരു സന്ദേഹം തോന്നുന്നു. കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് ഈ പന്നിയൂർ സുഖപുരം ബ്രാഹ്മണ ഗ്രാമങ്ങൾ ചേരിതിരിഞ്ഞുണ്ടായ ഒരു സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ പന്നിയൂരിൽ നിന്ന് പോകുന്ന ബ്രാഹ്മണർ, അവിടുന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ബ്രാഹ്മണർ കുടിയേറിപ്പാർന്ന സ്ഥലമാണെന്നതിനെ ഒരു പരാമർശം കാണുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒത്തിരി ആളുകൾ, വളരെയേറെ ബ്രാഹ്മണർ നമ്മുടെ തെക്കോട്ടുള്ള ബ്രാഹ്മണ ഗ്രാമങ്ങളിലെല്ലാം കുടിയേറിയിട്ടുണ്ട്. പക്ഷേ ഈ ബ്രാഹ്മണ ഗ്രാമം ഉണ്ടായതാക്കാലത്തിലാണ് നമുക്കൊരു കൂടുതൽ പഠനവിധേയമാക്കേണ്ടതാണ്. പിൽക്കാലത്ത് കുടിയേറിയതാവാം. പന്നിയൂർ സുഖപുരം സംഘർഷത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ കുടിയേറ്റം നടന്ന, രണ്ടാമത് കുടിയേറ്റം നടന്നതാവാം. പക്ഷെ കാടമുറി ബ്രാഹ്മണ ഗ്രാമം സ്ഥാപിക്കപ്പെട്ടത്
വെന്നിമലയിലെ ആസ്ഥാനമായി തെരുവൂർ രാജാക്കന്മാർ വാഴുമ്പോൾ അവരുടെ പ്രധാന തലസ്ഥാന നഗരി മണികണ്ഠപുരമായിരുന്നു. മണികണ്ഠപുരം കാട് വെട്ടിത്തെളിച്ച് ഒരു പട്ടണവും ചന്തയും ക്ഷേത്രവും അങ്ങനൊരു പ്രദേശമായി മാറ്റി നിർമ്മിച്ചത്. അങ്ങനെയാണ് പാലക്കാട് പിന്നീട് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ വെന്നിമലയിൽ പാഴക്കാലത്താണ് അതെല്ലാം സാധ്യമാക്കുന്നത്. അതിനുശേഷം താഴത്തങ്ങാടിയിൽ ചങ്ങനാശ്ശേരിയിൽ എല്ലാം തെരുവൂർ രാജാക്കന്മാർ ആസ്ഥാനമായി ഭരിക്കേണ്ട ആ താഴത്തങ്ങാടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ നിലയിൽ തെക്കുംകൂർ രാജവംശത്തിന്റെ വലിയൊരു കാലഘട്ടത്തിന്റെ ചരിത്രം ഈ പ്രദേശത്തെല്ലാം മറിഞ്ഞു കിടക്കുന്നത്. ഞാൻ പറഞ്ഞു കോട്ടയത്തിന്റെ ചരിത്രം ഇല്ലാതായത് വൈദ്യുതി ഈ നാടുവാഴിയുടെ കാലത്തെ അതീശത്വം കൊണ്ട് ഒരു രാജവംശമാണ് മറ്റൊരു രാജവംശം വരികയും മുൻ രാജവംശത്തിന്റെ എല്ലാ ഓർമ്മകളും അടയാളങ്ങളും എല്ലാം തയ്ച്ചു മാറ്റി കളയുകയും പുതിയ രാജവംശം അവരുടെ പുതിയ പ്രജകളായി നമ്മൾ മാറുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞ കാലത്ത് നമ്മൾ വിസ്മരിച്ചു പോകുന്നതാവാം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനവാഴ്ച കോട്ടയം ജില്ല ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങളെ വിവിധ പ്രദേശത്ത് നിന്നും ഉന്നത താമസിക്കുകയും അതുപോലെ അജ്ഞാതികളായി അഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തെക്കുംകൂറിനെ സംബന്ധിച്ച് നമ്മുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാം. പക്ഷേ ചരിത്രം അന്വേഷിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആകെ കിട്ടുന്നത് കഴിഞ്ഞ 250 വർഷക്കാലത്തെ തിരുവിതാംകൂറിന്റെ ചരിത്രം മാത്രമാണ്. അതിനു മുമ്പ് നമ്മളെ എല്ലാവരും കൊണ്ടുവന്ന് താമസിപ്പിച്ച് നമുക്ക് വേണ്ടുന്ന കൃഷിക്കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കച്ചവടത്തിനുള്ള സൗകര്യവും എല്ലാം ചെയ്തു തന്ന ഒരു മറ്റൊരു രാജവംശത്തെ കൂടുതലായി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ളൊരു അവസരം ഈ പുസ്തകത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുകൂടെ പറയാം. ഇതിനകത്ത് വളരെ രസകരമായ ഒന്നിന്റെ ഉദ്ഘാടനത്തിലെ ഒന്നിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് 1882 വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ചുള്ളൊരു സൂചന. കാലത്തുനിൽ മത്തായി മണിയനായി അദ്ദേഹത്തിന്റെ നാടകം സൂചിപ്പിക്കുന്ന 1882 ഒരു വലിയ വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൽ ഒരു അമ്മയും കുഞ്ഞും രക്ഷപ്പെടാനായി ഒരു മരത്തിന്റെ വെള്ളത്തിൽപ്പെട്ട ഒരു മരത്തിന്റെ കമ്പിൽ പിടിച്ചിരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഉഗ്രവിഷമുള്ള മൂർഖൻകാവ് ആ മരത്തെ ചുറ്റിയിരുന്നു ഇവരെയൊന്നും ഉപദ്രവിക്കാതെ. അപ്പോൾ ഒരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും ജന്തുക്കളും തങ്ങളുടെ അവരുടെ എല്ലാ വൈദ്യങ്ങളും എല്ലാ ശത്രുഭാവങ്ങളും നമ്മൾ ഒരുമിച്ച് കഴിയുന്നതിനുള്ള തത്വം പോലും ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്ക് വളരെ ഈ പുസ്തകം എനിക്കുള്ളൊരു ഗുണം, ഞാൻ കോളേജിന്റെ പ്രാദേശിക ചരിത്രത്തിൽ പഠനം നടത്തുകയും അതിനെപ്പറ്റി നിരവധി ലേഖനങ്ങൾ എഴുതുകയും ഇപ്പോൾ ഒരു പുസ്തകത്തിന്റെ രചനയിൽ ഇരിക്കുകയും ചെയ്യാണ്. ആ നിലയിൽ എനിക്ക് വളരെയേറെ വിവരങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടി എന്ന് നല്ലതാണെന്ന് പറയട്ടെ. നമുക്ക് ലഭ്യമായിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കുടുംബചരിത്രങ്ങളിൽ നിന്ന് മിക്കവാറും കുടുംബചരിത്രങ്ങളിൽ അതിശയോക്തിപരമായ ഒത്തിരി കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയും കൂടുതൽ നമ്മുടെ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലരും ചെയ്യുകയും ചെയ്യാറ്. പക്ഷെ എങ്കിലും ചില ചരിത്ര വസ്തുതകൾ രേഖപ്പെടുത്തി മുൻതലമുറയിലുള്ളവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കിട്ടാനിടയാവുന്നു. പ്ലാപ്പറം കുടുംബം 1447 കാലങ്ങാടിയിൽ വരികയും അതിനെപ്പറ്റിയുള്ള സൂചനയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ രാജാവിനെപ്പറ്റിയുള്ള സൂചനയുണ്ട്. 1445 പഴയ ചിന്ത കോട്ടയത്തെ പഴയ ചിന്ത സ്ഥാപിക്കപ്പെട്ടതെന്നുള്ള സൂചനയുണ്ട്. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. താടിക്കാരന്റെ ഓടിച്ചാട്ടം പോലെ എന്നുള്ള ഒരു ശൈലി താടിക്കാരന്റെ മുമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ വള്ളസദ്യയെ അനുസ്മരിച്ച് പറയുന്നതാണെന്നുള്ള ഇതൊക്കെ വളരെ രസകരമായി ഇതിന്റെ വായനയിലുണ്ട്. അതുപോലെ തന്നെ ചെറിയ പള്ളിക്ക് മുമ്പ് മാലികേക്കൽ എന്ന് പറയുന്ന കുടുംബം അവിടെ വന്ന് താമസിക്കുന്നത് ചെറിയ പള്ളിയുടെ തൊട്ടടുത്തായി രാജാവ് താമസിച്ചിരിക്കുകയും മാലികേക്കൽ നായിക്കുന്നതിൻ്റെ അതുപോലെ നമുക്കെല്ലാം അറിയാം ഈ നിലയ്ക്കൽ പ്രദേശത്ത് നിന്ന് ക്രൈസ്തവ സമൂഹം വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പാടുന്നത് വക്രകോലി പെരുമാറ്റ എന്ന് പറയുന്ന കൊള്ളക്കാരുടെ ആക്രമണകാലത്താണ്. അത് ജന്തുക്കളോടൊക്കെ നമ്മൾ പലരും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൊള്ളക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ കൊള്ളക്കാരെ അവരുടെ തനതായ പേരുകളൊന്നും വിളിക്കാതെ കളിയായ പേരുകളായി ഉണ്ടാകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വക്രകോലി പെരുമാറ്റ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മാലികാഫറിന്റെ മധുര ആക്രമണങ്ങളോട് തൊട്ടനുബന്ധിച്ച് നമ്മുടെ ഈ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ മാലികാഫറിന്റെ അനുജന്മാരെ കൊള്ള നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഫക്രത്തലിയോ മറ്റോ കാര്യങ്ങളിൽ ഈ വക്രകോലി പെരുമാറ്റയുടെ വാക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഒരു രൂപം അങ്ങനെയാണ്. ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ പുതുപ്പള്ളി വെടിവെയ്പ്പിനെ സംബന്ധിച്ച് വളരെ വിശദമായ ആദ്യകാല ചരിത്രം അതുപോലെ വ്യക്തികളെ പറ്റിയുള്ള വളരെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിനകത്ത് വേറെ എനിക്ക് വളരെ ശ്രദ്ധേയമായത് ഈ വിവിധ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച്
അതിൻ്റെ കൂടെ ഞാൻ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഈ വാഗ്ദാനത്തിന് തൊട്ടടുത്ത് പുതുപ്പള്ളിയിൽ ജീവിച്ചിരുന്ന OM ചെറിയാൻ എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിയാണ് ഹൈന്ദവ ധർമ്മ സുധാകരൻ എന്ന് പറയുന്ന 3-4 കൂടികളുള്ള വലിയൊരു മഹത്തായ എന്ന് രചിച്ചത്. ആ നിലയ്ക്ക് അല്പം അടുത്ത് വാഗ്ദാനത്തിൽ മാറി എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പുസ്തകത്തിൽ ഉൾപ്പെടാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും നമ്മുടെ കോട്ടയക്കാർ ഓർക്കുന്നുണ്ടോ അനുസ്മരിക്കുന്നുണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ഞാൻ ചിന്തിക്കുന്നില്ല. ഇത്തരത്തിൽ എല്ലാ നിലയിലും വളരെ നല്ല സമഗ്രമായ ഒരു പഠനം നടത്തിയ പുസ്തകമാണ്. ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളും പിഴവുകളുമൊക്കെ ഇനി വായനയും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കണമെങ്കിലും എന്തെങ്കിലും തന്നെ തിരുത്താനുള്ള തിരുത്തിയും വരുന്ന അടുത്ത ഒരു പ്രതി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത പ്രതി പ്രകാശനം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഈ എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങളും പ്രാർത്ഥനകളും നമസ്കാരം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി പെട്ടിപ്പാവൂർ, ബഹുമാന്യനായ അഭിനവോസ, മറ്റു വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ഏറ്റവും ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷമുണ്ട്. പാലക്കാട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. പാലക്കാടിന്റെ ചരിത്രം നമ്മുടെ ബഹുമാന്യനായ കുര്യാക്കോസ് സാർ രചിച്ച് നമ്മുടെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. കുര്യാക്കോസ് സാറിന് കടന്നു വന്ന മേഖലയിലെല്ലാം അദ്ദേഹം എല്ലാ സമസ്ത മേഖലയിലും വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സർവകലാപണ്ഡിതനായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാം. സാറിന് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. സാറിന്റെ വിശ്രമ ജീവിതം തുടർന്നുള്ള വിശ്രമ ജീവിതത്തിന് ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നാളത്തെ പരിശ്രമത്തിന് ഫലമായ ചരിത്രങ്ങളുടെ പുസ്തകം എഴുതുക നമുക്ക് ഏവർക്കും അറിയാമല്ലോ. വാഗ്ദാനത്തെ ചരിത്രമെന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്ന ഒരു പുസ്തകമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. സാറിന് ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങളോട് സാധി അദ്ദേഹത്തിന്റെ തുള്ളിയുടെ നല്ല നല്ല പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സാറിന് എല്ലാവിധ നന്മകളും പാപങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥനയിലും ജയിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വാഗ്ദാനത്തിന്റെ ചരിത്രം എഴുതിയ കുര്യാക്കോസ് സാർ എന്റെ വാർത്തയായതിലേറെ ഒട്ടാനും സന്തോഷമുണ്ട്. എന്നെ വിളിച്ച് ഈ യോഗത്തിൽ എന്നെ വിളിച്ച് അദ്ദേഹം നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി എഴുതി വന്ന നാടിനെക്കുറിച്ച് ചരിത്രം എഴുതി തനിക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ പുസ്തകമാക്കിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന് ആ വിശാല അവസരത്തിന് ഒരുപാട് നന്ദിയും ഒപ്പം അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പന്നിയായിരിക്കുന്ന കുഴപ്പമതികളെ പുരോഗതി ശ്രേഷ്ഠനായി വാദക്കാലത്തിൻ്റെ ചരിത്രം അത് അർഹിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന സൗഭാഗ്യം ലഭിച്ചത് കുര്യാക്കോസാണ്. എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങളെ കുറിച്ച് കൂടുതൽ നോക്കിയിരുന്ന പല സ്കൂളുകളിൽ അദ്ദേഹം ഈ ഗ്രന്ഥരചന നടത്തുന്നതിന് മുമ്പ് തന്നെ ഉന്നീതി സന്ദേശ കർത്താവ് വാഴക്കാലത്തോട് കടന്നുപോയിക്കൊണ്ട് വാഴക്കാലത്തെക്കുറിച്ച് 26-27 ശ്ലോകങ്ങളിൽ പറയുന്നു. അതിനുശേഷം പിന്നീട്
തുടങ്ങിയ ആളുകൾ വാഗ്ദാനത്തെ പരാമർശിച്ചുകൊണ്ട് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഒരു ദേശത്തിന്റെ കഥയിൽ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പല പ്രദേശങ്ങൾ സഞ്ചരിച്ചിട്ട് ആ പ്രദേശത്തെക്കുറിച്ച് സ്വന്തം നാടിനെക്കുറിച്ച് പറയാൻ തോന്നിയില്ല. പക്ഷേ ജന്മനാടനുള്ളതായ ആഭിമുഖ്യം ഏറ്റവും പ്രകടമായി കാണിച്ചത് ശ്രീമാൻ കുര്യാക്കോസ് സാർ തന്നെയാണ്. ഈ നാടിന്റെ പ്രത്യേകത അദ്ദേഹത്തെ വശീകരിച്ചു. പാലൻ കയമ്പ് മനസ്സംഭവ കേരള ഗവൺമെന്റ് തടവെട്ടി ഏകവാന തുടങ്ങിയ വസ്തുതകൾ വളർന്നു നിൽക്കുന്നതായ ഈ പ്രദേശം എത്ര രമ്യമാണ്. സസ്യശ്യാമളമായ ഈ പ്രദേശത്തെ മറന്നത് പോകാൻ അദ്ദേഹത്തെ പറ്റിയിട്ടില്ല. വാഗത്താരത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നൂലാമാരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിക്കിച്ചെടുക്കുന്നതിന് വേണ്ടി മധ്യാഹ്ന സൂര്യന്റെ കഠോരമായ അവഗണിച്ചുകൊണ്ട് മുടയിൽ പിടിച്ച് കൈകളുടെ ദേവിയുമായി പാദസഞ്ചാരികൾ നടന്നു പോകുന്ന കാഴ്ച പല പ്രാവശ്യവും കണ്ടുകൊണ്ട് പ്രിയപ്രസാദിന്റെ ആ അന്വേഷണ കൗതുകം ഒന്നിനും മടിയില്ല. ഈ വാഗ്ദാനത്തിന്റെ ചരിത്രം എഴുതിയിരിക്കുന്ന ഗ്രന്ഥം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കുര്യാക്കോസ് ആരല്ല ഗ്രന്ഥത്തിന്റെ മഹത്വം സൃഷ്ടിക്കുന്നത്, തീരുമാനിക്കുന്നത്